ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഒപ്പം ഇരിക്കണ സജയ് ആണ് എൻ്റെ കൗണ്ടർ പാർട്ട് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ സ്റ്റേജിലല്ലാതെയും സംസാരിക്കാറുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ സ്റ്റേജിലെ സംസാരത്തിന് കാണാവുന്നതാണ്. ഈ ഭാഷയെപ്പറ്റി സംസാരിക്കാനാവും എന്നെ ക്ഷണിച്ചതെന്നാണ് ഞാൻ ഊഹിക്കണം. അത് അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പണ്ട് കണ്ട മൃണാൾ സെൻ സംവിധാനം ചെയ്ത, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം, 1975 ഇറങ്ങിയ സിനിമയാണ്. മിഥുൻ ചക്രവർത്തിയാണ് അതിൽ അഭിനയിക്കുന്നത്. മിഥുൻ ചക്രവർത്തിക്ക് അന്ന് അയാൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ കാലമാണ്. അന്ന് അയാൾക്ക് ആ സിനിമയിൽ അഭിനയത്തിന് അയാൾക്ക് ഭരത് അവാർഡ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ പേര്, ആ ചിത്രത്തിൻ്റെ പേര് മൃഗയ എന്നാണ്. ആ മൃഗയ എന്ന് പറഞ്ഞാൽ നായാട്ട് എന്നാണ് അർത്ഥം. വേട്ട, നായാട്ട്, ഹണ്ടിങ്. അപ്പോൾ ഒരു നായാട്ടിൻ്റെ കഥയാണ് നമ്മൾ വിചാരിക്കും. സന്താൾ വർഗക്കാരുടെ ഇടയ്ക്കാണ് ആ കഥ നടക്കുന്നത്. സന്താൾ വർഗക്കാരുടെ ഇടയ്ക്ക് ഒരു നൂറ്റാണ്ട് മുമ്പ് 1800-കളിൽ നടന്ന ഒരു സംഭവത്തെ ആധാരമാക്കിയിട്ട് ആ സംഭവത്തിൻ്റെ കാലഗണന കുറച്ചും കൂടി മുമ്പോട്ട് കൊണ്ടുവന്ന് 1930-കളിൽ നടന്ന ഒരു കഥയായിട്ടാണ് അതിനെ പുനർവിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ പുനർവിഭാവനം ചെയ്ത് 1935-36 കാലത്ത് നടന്ന ഒരു കഥയായിട്ടാണ് അതിൽ സിനിമയിൽ വരുന്നത്. അപ്പോൾ അതിൽ ആ കഥ ഇത്രയേ ഉള്ളൂ. മിഥുൻ ചക്രവർത്തി ഒരു സന്താൾ യുവാവാണ്. സന്താൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, ബംഗാളിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരു ആദിവാസി ഗോത്ര ജനതയാണ്. അവരുടെ സംസ്കാരത്തിനെയും അവരുടെ ജീവിതശൈലിയെയും വളരെ ആവേശത്തോടു കൂടി നിലനിർത്താൻ ശ്രമിക്കുന്ന, പലപ്പോഴും അതിന് പരാജയപ്പെടുന്ന ഒരു ജനവർഗമാണ്. അപ്പോൾ അവർ വളരെ ദരിദ്രരാണ്. ദരിദ്രരാണെങ്കിലും അവരുടെ ഇടയിൽ ഈ മഹാജൻ എന്നുള്ള ഒരു ഹുണ്ടിക പലിശക്കാർ, മാർവാടികളാണ് അവർ, അല്ലെങ്കിൽ ബംഗാളികളാണ്. മഹാജൻ എന്ന് പറഞ്ഞൊരു ജാതിയാണ്. അപ്പോൾ ബഹുജൻ വേണോ പൊതുജനം വേണോ എന്ന് ചോദിക്കുമ്പോൾ മഹാജനും വേണം. മഹാജൻ എന്നുള്ളത് അവിടുത്തെ ഒരു ജാതി പേരായിട്ടുണ്ട്. അത് ആദ്യം തുടങ്ങിയത് മഹാന്മാരായ ജനം എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും. കാരണം കാശുള്ളവൻ മഹാനാണല്ലോ. അപ്പോൾ പൈസ ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിലായിരിക്കും മഹാനായിട്ടുള്ള ജനങ്ങളായിട്ട് മാറിയത്. അവർ ഹുണ്ടിക പലിശക്കാരായി. ആ ഹുണ്ടിക പലിശക്കാരും ഈ സന്താൾ കുടുംബവും അതുപോലെ അവിടുത്തെ ചില വില്ലന്മാരും. അപ്പോൾ ഈ ആണ് ഇതിലെ കഥയിലെ കേന്ദ്ര കഥാപാത്രം. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ ആ സിനിമ കാണാം. അപ്പോൾ ഇതിൽ ഈ കടം വന്നിട്ട് ഈ മഹാജന് വേണ്ടിയിട്ട് പണയം വെച്ച് ഒന്നുമില്ലാതെ ആയിട്ട് ഈ മിഥുൻ ചക്രവർത്തിയുടെ ഭാര്യയെ ഇവരുടെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോവുക. അതാണ് ഇതിൻ്റെ കഥ. അപ്പം ഈ മഹാജൻ ഈ മിഥുൻ ചക്രവർത്തി സിമ്പിൾ ഒരു മനുഷ്യനാണ്. അങ്ങനെ നീതി ചെയ്താൽ വിടാൻ പറ്റില്ലല്ലോ. അത് ഞാൻ വിടില്ല. അയാളെ ആ ഗുണ്ടയെ കൊന്നുകളഞ്ഞു, അത്രയേ ഉള്ളൂ. അത് കേസായി, വിചാരണയായി, ആ വലിയ ഹണ്ട് തിരങ്ങായി. ഈ കുറ്റവാളിക്കായിട്ടുള്ള വേട്ട, പോലീസിൻ്റെ വേട്ട തിരങ്ങായി. അപ്പം ആ കഥ ഒറിജിനലിൽ നടന്ന കാലത്ത് ഈ ബംഗാളിലെ ഗവർണർ തന്നെയാണ്, അല്ലെങ്കിൽ ബംഗാളിലെ പോലീസ് അധികാരി തന്നെയാണ് അവിടെ അഭിഭാഷകനും അവരുടെ ജഡ്ജിയും അവരെല്ലാം അയാൾ തന്നെ. അപ്പോൾ അയാളുടെ മുമ്പിലാണ് ഈ മിഥുൻ ചക്രവർത്തി വരുന്നത്. ആ മിഥുൻ ചക്രവർത്തി പ്രതിക്കൂട്ടിൽ നിൽക്കുക. അയാൾക്ക് ഇതൊന്നും അറിയില്ല, എന്താണ് ഈ കോടതി നടപടികൾ എന്നുള്ളോ, എന്താണ് അവിടെ വക്കീലന്മാർ കറുത്ത കൂട്ടിട്ടിട്ട് എന്താണ്. പക്ഷെ അയാൾക്ക് വലിയ സന്തോഷമായി. മിഥുൻ ചക്രവർത്തി എന്നുള്ള അയാളുടെ പേരുണ്ടല്ലോ, സിനിമയിലത്തെ പേര്. അതിങ്ങനെ ഉച്ചരിക്കുമ്പോൾ ഇയാൾ ഭയങ്കര സന്തോഷത്തിൽ, ഭയങ്കര ആഹ്ലാദത്തിൽ നിൽക്കുകയാണ്. പക്ഷെ ആ വിധിയുടെ അവസാന സെൻറ്റൻസ് വായിക്കുമ്പോഴും അയാൾ സന്തോഷിക്കുകയാണ്. പക്ഷെ അതെന്തായിരുന്നു വിധി? നിങ്ങളെ തൂക്കിക്കൊല്ലുകയാണ്. അപ്പം അവിടെയാണ് അതിൻ്റെ ഞെട്ടൽ. അവനവൻ്റെ വിധിയെ നിർണയിക്കുന്ന വാക്യം അവനവന് അറിയാനാവാത്ത ഭാഷയിൽ ആണ് ഉച്ചരിക്കപ്പെടുന്നത്. അപ്പോൾ നോക്കൂ, അവനവൻ്റെ ഭാഷ
അവനവനെ മരണത്തിനുള്ള ഒരു ഉപകരണമായിട്ടും ഒരു വിധിയായിട്ടും വരുമ്പോൾ അതുപോലും അറിയാതെ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ മുമ്പുണ്ടായിട്ടില്ല. ആ കാര്യമാണ്, അത് ഭാഷയെ പറ്റിയിട്ടുള്ള സിനിമയാണ് എന്ന് ഞാൻ പറയും. അത് അവനവൻ്റെ ഭാഷയെ പറ്റിയിട്ടുള്ളൊരു സിനിമയാണ്. അങ്ങനെ ഇംഗ്ലീഷ് ആണല്ലോ ഇപ്പോൾ അടുത്ത വിഷയം. ഇംഗ്ലീഷ് വിധി വരുന്നു. ഇംഗ്ലീഷ് അറിയാത്ത തദ്ദേശീയൻ അതിൻ്റെ മുമ്പിൽ ഒരു ഇരയായിട്ട് വിധി കാത്തു നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷും തദ്ദേശീയ ഭാഷയും തമ്മിലുള്ള വൈരുദ്ധ്യം ഇതിപ്പോൾ ഈയിടെ ഈ നമ്മുടെ കേരളത്തിലേക്ക് വരിക. കേരളത്തിലൊരു MLA ആണ് മാത്യു ടി തോമസ്. അദ്ദേഹം ഈ എന്താ പറയണ്ടത്, നിയമസഭയിലത്തെ MLA മാർക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ അയാളുടെ കാറ് കൊണ്ടുപോയി നിർത്തി. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ വന്ന് ഇവിടെ പറ്റില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ MLA ആണ്. MLA ആയാലും എന്തായാലും പറ്റില്ല, നിങ്ങളാൽ ഇവിടുത്തെ MLA ഒന്നുമല്ല എന്ന് പറഞ്ഞ അയാൾ തടഞ്ഞു. അപ്പോൾ എന്താ ഈ മാത്യു തോമസിന് വലിയ സംശയം, ഞാൻ MLA അല്ലായിരിക്കും ഇനി. അപ്പോൾ അതിൻ്റെ ഈ കാറിൻ്റെ മുൻവശത്ത് MLA എന്നല്ല എഴുതിയിട്ടുള്ളത്, നിയമസഭാംഗം എന്നാണ്. അത് സെക്യൂരിറ്റിക്ക് മനസ്സിലാവില്ല. അപ്പോൾ നോക്കൂ, മലയാളത്തിൽ എഴുതി മലയാളത്തിനെ പറ്റി സംസാരിക്കുകയും മലയാളത്തിൽ ബില്ല് പാസ്സാക്കുകയും ചെയ്യുന്ന ഒരു നിയമസഭാ മന്ദിരത്തിൻ്റെ സെക്യൂരിറ്റിക്ക് അവിടുത്തെ നിയമസഭാംഗം എന്ന് എഴുതി കാറ് വന്നു കഴിഞ്ഞാൽ അത് തടയും. അപ്പോൾ ഭരണഭാഷ മലയാളമാക്കിക്കൊണ്ട് മെച്ചമുണ്ടോ ഇല്ലേ? ഇതാണ് ചോദ്യം. എന്താ സജയൻ, നല്ല തമാശയായിട്ടത്. ഇത് മാത്യു ടി തോമസ് ഫേസ്ബുക്കിൽ എഴുതി, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഒരാളെ എനിക്ക് അയച്ചു തന്നു. ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര തമാശയാണല്ലോ, ഈ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഒരു MLAക്ക് അയാളുടെ ബോർഡ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആൾ MLA ആയിട്ട് ആ സെക്യൂരിറ്റി അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു തമാശ ഉണ്ടായി. സജയൻ എന്താ തോന്നുന്നത്? ഭാഷയാണ്, മലയാള ഭാഷയാണ് ഈ ചർച്ചയുടെ വിഷയമെന്നതിൽ എൻ്റെ ഏറ്റവും മുതിർന്ന സുഹൃത്തുക്കളിൽ ഒരാളായ KC നാരായണൻ സാറിനോടൊപ്പം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഭാഷയിലായിരിക്കുമ്പോൾ, അതേത് ഭാഷയിലായിരിക്കുമ്പോഴും ഒരു മത്സ്യം ജലാശയത്തിലായിരിക്കുന്ന സൗഖ്യം അനുഭവിക്കുന്ന ഭൂമിയിൽ ചില ആളുകൾ 2 പേരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഭാഷയെപ്പറ്റി ഞങ്ങൾക്കേറെ പറയാനുണ്ട്. അതിനുള്ള സമയം ഒന്നും ഇവിടെ ഇല്ല, തക്കതായ സമയമൊന്നും ഇല്ല ഇവിടെ എന്നും അറിയാം. ഈ സംസാരം സാർ സൂചിപ്പിച്ചതുപോലെ അനൗപചാരികമായിട്ട് ഞങ്ങൾ പലപ്പോഴും നടത്തി വരുന്ന, കഴിഞ്ഞ 1.5 മണിക്കൂറായി തുടർന്ന് വന്ന ഒരു സംഭാഷണത്തിൻ്റെ തുടർച്ച മാത്രമാണ് ഇത്. സാറ് സൂചിപ്പിച്ച പോലെ ഭാഷയാണ് ഒരുപക്ഷെ, ഭാഷോപജീവിയാണ് മനുഷ്യൻ, അല്ലേ? അടുത്ത കാലത്ത് അന്തരിച്ച ഞങ്ങളുടെ 2 പേരുടെയും സുഹൃത്തായിരുന്ന, എൻ്റെ ഏറ്റവും മുതിർന്ന സുഹൃത്തുക്കളിൽ ഒരാളായിരുന്ന, വിലപിടിച്ച സുഹൃത്തുക്കളിൽ ഒരാളായിരുന്ന TB വേണുഗോപാലപ്പണിക്കർ സാർ, അദ്ദേഹത്തിൻ്റെ മരണാനന്തരം സുഹൃത്തുക്കളും ശിഷ്യന്മാരും ചേർന്ന് അദ്ദേഹത്തിൻ്റെ അസമാഹൃത ലേഖനങ്ങളുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് എൻ്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ ഭാഷ ഉപയോഗിക്കുന്ന ജീവിവർഗം എന്നാണ്. ഭാഷ ഉപയോഗിക്കുന്ന ജീവിവർഗം എന്നത് ഒരുപക്ഷെ ഹോമോസാപ്പിയൻസിൻ്റെ ഏറ്റവും ഉചിതമായ, ഏറ്റവും സമ്യക്കായ ഒരു നിർവചനമായിരിക്കും. ഭാഷയുണ്ട്, എല്ലാ ജീവികൾക്കും ഭാഷയുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ ലിപിയുള്ള ഒരു ഭാഷ, എഴുതാനും എഴുതിയത് വായിക്കാനും അങ്ങനെ അർത്ഥവിനിമയം, ആശയവിനിമയം, ഭാവവിനിമയം സാധ്യമാക്കാനും സാധിക്കുന്ന, അതിന് പര്യാപ്തമായൊരു ഭാഷയുള്ള ഭൂമിയിൽ ജീവിക്കുന്ന ഒരേ ഒരു ജീവിവർഗം മനുഷ്യനായിരിക്കും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ കൈമുതൽ, മനുഷ്യ നാഗരികതയുടെ അടിക്കൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ഭാഷയാണ്. അത് പക്ഷേ സാറിവിടെ സൂചിപ്പിച്ച പോലെ ഒരു ഭാഷയല്ല. പഴയൊരു ബൈബിൾ കഥയുണ്ടല്ലോ, ബാബേൽ ഗോപുരം പണിയാൻ പുറപ്പെട്ടവരെ ആ ശ്രമത്തിൽ നിന്ന് സ്വർഗം തൊടുന്ന ഗോപുരം എന്നതായിരുന്നു, ദൈവത്തോളം എത്തുന്ന ഒരു മനുഷ്യ ഗോപുരം. അക്കിത്തം പറയുന്ന പോലെ ഉത്തുംഗ സ്നേഹഗോപുരം എന്ന് പറയുന്ന പോലെ ഒരു ഉത്തുംഗ ഗോപുരം പണിയാൻ ശ്രമിച്ച മനുഷ്യനെ ദൈവം പരാജയപ്പെടുത്തി. അസൂയാലുവായ ദൈവം, സ്വാർത്ഥിയായ ദൈവം പരാജയപ്പെടുത്തിയത് അവരുടെ ഭാഷ കലക്കിക്കൊണ്ടായിരുന്നുവെന്ന് പറയും. ഈ മിത്ത്, അല്ലേ, ഈ പുരാവൃത്തം കൂടി ഓർമ്മ വരാനുള്ള കാരണമുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ച വേണുഗോപാല പണിക്കർ സാറിൻ്റെ പുസ്തകത്തിൻ്റെ കവറ് ബ്രൂഗേൽ എന്ന ചിത്രകാരൻ വരച്ച ബാബേൽ ഗോപുരത്തിൻ്റെ കലങ്ങിപ്പോയ, ചിതറിപ്പോയ, പൂർത്തിയാകാതെ പോയ ബാബേൽ ഗോപുരത്തിൻ്റെ ചിത്രവുമാണ്. അപ്പോൾ പല ഭാഷകൾ സംസാരിക്കുന്നവരാണ് മനുഷ്യർ.
ഒരു പൊതുഭാഷ ഇല്ല മനുഷ്യർക്ക് എന്നതിനാലുള്ള പ്രശ്നങ്ങളെയാണ് സാർ ഇവിടെ പരാമർശിച്ചത്. പ്രത്യേകിച്ച് കേരളത്തെ പോലെ, ഇന്ത്യയെ പോലെ ഒരു കൊളോണിയൽ ഭാഷയുടെ ഹാങ് ഓവറിൽ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഇംഗ്ലീഷിനെ കൈവിടാനും പറ്റില്ല. മലയാള ഭാഷാ സ്നേഹം പ്രസംഗിക്കുകയും വേണം. പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ ഈ മലയാള ഭാഷാ സ്നേഹം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെ ഭക്ഷണം പോലെ, ശ്വസനം പോലെ, ശ്വാസം പോലെ, ഇപ്പോൾ ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ഇത് ഭാഷ വിഷയമായ ഒരു സംഭാഷണമായതുകൊണ്ട് പറയട്ടെ, ശ്വാസം എന്ന വാക്കിൽ നിന്നാണോ വിശ്വാസം എന്ന് സംശയിക്കുക മാത്രം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനൊരു സ്ഥിരീകരണം കിട്ടിയിട്ടില്ല, അല്ലേ? വിശ്വാസം എന്ന വാക്കൊരു പക്ഷേ ശ്വാസത്തിൽ നിന്ന് ഉണ്ടായതാവാനാണ് ഇട. കാരണം വാക്കിൻ്റെ ഉള്ളിൽ മറ്റൊരു വാക്കിരിക്കുന്നു, അർത്ഥത്തിനുള്ളിൽ മറ്റൊരർത്ഥം ഇരിക്കുന്നു എന്ന കൗതുകത്തോടുകൂടി, രതിയോടുകൂടി, സ്നേഹത്തോടുകൂടി അതിനെ ലാളിച്ചു കൊണ്ടു നടക്കുമ്പോഴാണ് നമ്മൾ ഭാഷാസ്നേഹികളായി മാറുക. എങ്ങനെയും എടുത്ത് പെരുമാറാവുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ കളിപ്പാട്ടം എന്നതുപോലെ, ഒട്ടനവധി കളിപ്പാട്ടങ്ങളുള്ള ഒരു കുട്ടിയുടെ കയ്യിലെ കളിപ്പാട്ടം എന്നതുപോലെ, അപ്പോൾ അവനൊരു കളിപ്പാട്ടത്തോടൊരു മമത ഉണ്ടാവില്ല എന്നതുപോലെ അശ്രദ്ധമായി തെല്ല അഹങ്കാരത്തോടു കൂടി, അലംഭാവത്തോടു കൂടി ഭാഷ എടുത്ത് പെരുമാറുന്നവരാണ് മലയാളികൾ. അപ്പോഴാണ് നമ്മൾ വ്യാകരണ പിശകുള്ള മലയാളം എഴുതുകയും സംസാരിക്കുകയും ചെയ്യുക, ഉച്ചാരണം തെറ്റിച്ച് വാക്കുകൾ ഉച്ചരിക്കുക, അർത്ഥബോധമില്ലാതെ എഴുത്തിലും സംസാരത്തിലും വാക്കുകളെടുത്ത് ഉപയോഗിക്കുക. ഇതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനോടുള്ള ഒരു ചെറുത്തുനിൽപ്പ്, ഒരു സാംസ്കാരിക പ്രതിരോധം എന്ന നിലയ്ക്ക് കൂടിയാണ് KC നാരായണൻ സാർ അദ്ദേഹത്തിൻ്റെ അക്ഷരം പ്രതി എന്ന കോളം എഴുതി വരുന്നത് എന്നാണ് എൻ്റെ വിചാരം. മുമ്പ് അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരുന്നു, കുട്ടിക്കൃഷ്ണ മാരാരെ പോലെ. ഇന്നലെ വൈകുന്നേരം കോഴിക്കോട് ഒരു മാരാർ അനുസ്മരണ പ്രഭാഷണം നടത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് മാരാരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് മനസ്സിൽ. അദ്ദേഹം എഴുതിയിട്ടുള്ള നിരൂപണ പുസ്തകങ്ങളെ കൂടാതെ വളരെ പ്രമുഖമായ ഒന്നുകൂടിയുണ്ട്. അത് മലയാള ശൈലി എന്ന പുസ്തകമാണെന്ന് നമുക്കറിയാം. മാരാരെക്കുറിച്ച്, മാരാരുടെ തെരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ അവതാരികയിൽ കലജീവിതം തന്നെ എന്ന ആ പുസ്തകത്തിൻ്റെ അവതാരികയിൽ സുകുമാർ അഴീക്കോട് പറയുന്നുണ്ട്, നിങ്ങൾ വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിത ഉരുവിട്ടിട്ടല്ല, ഉച്ചത്തിൽ ചൊല്ലിയിട്ടുമല്ല മലയാള ഭാഷയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, മറിച്ച് മാരാരുടെ മലയാള ശൈലി വായിച്ചിട്ടാണ്. അതായിരിക്കും ഭാഷയോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ കൂറ് എന്ന അർത്ഥത്തിൽ. അത്തരത്തിലുള്ള വലിയ കാവൽക്കാരില്ല എന്ന് മലയാള ഭാഷയ്ക്ക്. ആ കാവൽക്കാരൻ്റെ സ്ഥാനമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ ബഹുമാന്യ മിത്രം വഹിക്കുന്നത് എന്ന് തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ്. മാരാരുണ്ടായിരുന്ന ഒരു കാലത്ത്, പിന്നീട് അല്ലേ ഒഴിഞ്ഞു കിടക്കുന്ന, വളരെ കാലമായിട്ട് ഒഴിഞ്ഞു കിടന്ന ഒരു കസേരയിലാണ് സാർ ഇപ്പോൾ അഭിമാനപൂർവ്വം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി വലിയ ജാഗ്രതയോടുകൂടി ഇരുന്ന ഈ ഭാഷാ സംബന്ധിയായ കുറിപ്പുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിൽക്കാലത്ത് പന്മന രാമേന്ദ്രൻ നായരുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം ഒഴിവിടത്തിലാണ് അതിനെ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള വലിയ ഒരു സാംസ്കാരിക ധർമ്മമാണ്. ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിക്കുന്നത് ആദ്യ പേജിൽ നിന്ന് അവസാനത്തെ പേജിലേക്ക് പോയിട്ട് ആണ് വായിക്കുന്നത്. ആദ്യ പേജിലുള്ള നിങ്ങൾക്കറിയാവുന്ന പോലെ വാതിൽ എന്നൊരു പത്രാധിപ കുറിപ്പാണ്. നല്ല മലയാളം വായിക്കുന്നതിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് അത് വായിച്ചതിന് ശേഷം നേരെ പോകുന്ന സാറിൻ്റെ അക്ഷരം പ്രതിയിലേക്കാണ്. അതിനിടയിലുള്ളതൊക്കെ പിന്നീടാണ് ചിലപ്പോൾ വായിച്ചെന്നും വായിച്ചില്ലെന്നും വരും. കാരണം നല്ല ഭാഷ എന്ന് പറയുന്നത്, എൻ്റെ ഭാഷ എന്ന് പറയുന്ന പോലെ വലിയൊരു പ്രയോഗമാണ് നല്ല ഭാഷ എന്ന് പറയുന്നത്. തെറ്റില്ലാത്ത മലയാളം എന്ന് പറയുന്നത് അത് വളരെ അപൂർവമായിക്കൊണ്ടിരിക്കുന്നു. സാറിൻ്റെ അക്ഷരം പ്രതി വായിച്ചാൽ നമുക്ക് ഈ ഭാഷ എവിടേക്കാണ് ദൂഷിക്കുന്നത് എന്നുകൂടി മനസ്സിലാവും. ഒന്ന് നമ്മുടെ വിദ്യാലയങ്ങളിലാണ്, കോളേജുകളിലും സ്കൂളുകളിലുമാണ്. വേണ്ട ഭാഷാ പരിശീലനം കിട്ടാതെയാണ് സ്കൂൾ വിദ്യാർത്ഥി കോളേജ് വിദ്യാർത്ഥിയായി മാറുക. അപ്പോഴും അവൻ്റെ ഭാഷാബോധം, അവളുടെ ഭാഷാബോധം എന്ന് പറയുന്നത് വളരെ പരിമിതമായിരിക്കും. അക്ഷരശുദ്ധിയോടുകൂടി എഴുതാനും ഉച്ചരിക്കാനുമുള്ള പരിശീലനമില്ലാതെ. അതിൻ്റെ കാരണവും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ പുസ്തകത്തെ ഇങ്ങനെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉദ്ദേശമാണ്, ഗൂഢലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ആ പുസ്തകത്തെ പറ്റി ആവർത്തിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷപൂർവ്വമാണ് 5 മിനിറ്റ് മുൻപ് അതിൻ്റെ 2ാം ഭാഗം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചു. അത് ഇറങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഒരു നിധി പോലെയാണത് വാങ്ങി എൻ്റെ കൈവശം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭാഷാബോധം ഉറപ്പിക്കാൻ വേണ്ടി പണ്ട് നമ്മൾ ചെയ്തിരുന്നത്, ഞാൻ അത്ര മുതിർന്ന ഒരാളല്ലെങ്കിലും ഒരു ഇപ്പോഴത്തെ ജെൻസിയിലൊന്നും പെടുന്ന ആളല്ലല്ലോ, മില്ലേനിയൽസിൽ പെടുന്ന ഒരാളാണല്ലോ, ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷത്തിനോടൊപ്പം നിൽക്കാവുന്ന ഒരാളാണല്ലോ. ആ നിലയ്ക്ക്
കവിതകൾ ഹൃദിസ്ഥമാക്കുക എന്നുള്ളൊരു പതിവ് നമുക്ക് സ്കൂളുകളിലുണ്ടായിരുന്നു. അത് ഇന്ന് നിശേഷം ഇല്ലാതായിരിക്കുന്നു. കവിതകൾ ഹൃദിസ്ഥമാക്കുക, ഉച്ചത്തിൽ ചൊല്ലുക, ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഭാവാത്മകമായി ചൊല്ലുക. അതുപോലെ കേട്ടെഴുത്ത് എന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു സ്കൂളുകളിൽ. വാക്കുകൾ തെറ്റുകൂടാതെ എഴുതാനുള്ള ഒരു പരിശീലനം എന്ന നിലയിൽ. അത് തെറ്റിച്ചാൽ ഇമ്പോസിഷനും ഉണ്ടാവും. അങ്ങനെയാണല്ലോ. ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അതുപോലെ ഇമ്പോസിഷൻ എഴുതിയ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. വാക്കല്ല, ഒരു പേരാണ്, ഒരു വ്യക്തിനാമമാണ്, വേറെ ആരുടെ അല്ല. ഷെല്ലി എന്നെഴുതിയപ്പോൾ ഈ വിട്ടുപോയി. 100 പ്രാവശ്യം മറ്റോ ഇമ്പോസിഷൻ എഴുതിയിട്ടാണ് ഷെല്ലിയുടെ സ്പെല്ലിങ് ഉറച്ചത്. ഈ നിഷ്ഠ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ പേരിൻ്റെ കാര്യത്തിലോ വാക്കിൻ്റെ കാര്യത്തിലോ ഒരു വ്യക്തിനാമത്തിൻ്റെ കാര്യത്തിലോ മറ്റു തരത്തിലുള്ള വാക്കുകളുടെ കാര്യത്തിലോ കാണിക്കുന്ന നിഷ്ഠ മലയാളിക്ക് നിശേഷമില്ലാതായി കഴിഞ്ഞു എന്നതാണ്. ഈ സമീപ വർഷങ്ങളിൽ ആ പ്രവണത വ്യാപകമാവുകയും വിദ്യാർത്ഥികളുടെ ഇടയിൽ വിദ്യാർത്ഥികളാണല്ലോ പിന്നീട് മുതിർന്നവരായി മാറുക. അവരാണല്ലോ ചാനലുകളിലും പത്രങ്ങളിലും ഇരുന്നിട്ട് ഈ അബദ്ധങ്ങൾ ആവർത്തിക്കുക, അല്ലേ? ചാനലുകളിൽ നമ്മൾ ഈ അബദ്ധം പറയപ്പെടുന്നതും എഴുതി കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ സ്ക്രോൾ ചെയ്യുന്ന വാർത്തകൾ, ആ വാക്യങ്ങൾ പലപ്പോഴും പരമ അബദ്ധങ്ങൾ ആയിരിക്കും. വികലമായ മലയാളമായിരിക്കും. ഞണങ്ങിയ, അല്ലേ, ഒരു ഞണങ്ങിയ പാത്രം പോലെ വികലമായി പോയ മലയാളത്തിലാണ് ഈ പറയുന്ന വാർത്ത എഴുതി കാണിക്കുക, സ്ക്രോൾ ചെയ്യുക. പറയുന്നതാകട്ടെ ഉച്ചാരണ വൈകല്യത്തോടു കൂടിയും. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ കുറച്ച് മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. പ്രായശ്ചിത്തമാവുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു വൈകല്യം ഉണ്ടല്ലോ. പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ചിത്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് എന്ന് ഓർക്കാതെയാണ് പ്രായശ്ചിത്തം ആക്കുക അതിനെ എന്നതുപോലെ. അതുപോലെ പീഡനമല്ല, പീഡനം എന്ന് പറഞ്ഞാലേ ചിലർക്ക് തൃപ്തിയാവൂ, അല്ലേ? പീഡനകാലം എന്ന പേരിൽ ഒരു കവിതാ സമാഹാരമൊക്കെ ഉണ്ട് മലയാളത്തിൽ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിരിക്കുന്ന കവി സച്ചിദാനന്ദൻ്റെ. അതിനെ പീഡനമാക്കി കളയും. നിബിഡമായാൽ പോരാ, നിബിഡം ആകണം. എന്നാൽ ഗാഠം എന്ന് എഴുതേണ്ടടുത്ത് ആ ഗാഠത വരില്ല, മറിച്ച് ഗാഠം എന്നായിരിക്കും എഴുതുക. ഇന്നലെ മാരാരെക്കുറിച്ച് വായിക്കുമ്പോൾ അതാണ് അതിൻ്റെ ഒരു സങ്കടം. മാരാരെക്കുറിച്ചുള്ളൊരു പുസ്തകത്തിൽ ഉന്മീലനം എന്ന വാക്ക് വരേണ്ടടുത്ത് അച്ചടിച്ചിരിക്കുന്ന ഉന്മൂലനം എന്നാണ്. എന്ത് കഷ്ടമാണ്, എത്ര സങ്കടകരമാണ് ആ തെറ്റെന്ന് ആലോചിച്ച് നോക്കും. ഉന്മീലനം എന്ന വാക്ക് വരേണ്ടടുത്ത് ഉന്മൂലനമെന്ന്, ഭാവങ്ങളുടെ ഉന്മീലനം, വികാരങ്ങളുടെ ഉന്മീലനം എന്ന് വരേണ്ടടുത്ത് ഉന്മൂലനം എന്നായാലുള്ള അർത്ഥവ്യത്യാസം, അല്ലേ? നേരെ വിപരീത അർത്ഥമായി പോകുന്നു. ഈ സൂക്ഷ്മത എഴുത്തുകാരിൽ പോലും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അഥവാ അച്ചടിക്കുന്ന DTP ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധ കുറവാണോ എന്ന് അറിയില്ല. ഉദാഹരണമായി ഉദ്ദേശവും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. അതും ഒരു അനുഭവപാഠമാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി തുടങ്ങിയ കാലത്ത് എനിക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു കാർഡിലൊരു കത്ത് കിട്ടി. എഴുതിയിരിക്കുന്ന ആളുടെ പേര് ആർക്കെങ്കിലും അദ്ദേഹത്തെ പരിചയമുണ്ടോ ഇവിടെ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരാൾ തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല. ഐവർകാല കുഞ്ചുപിള്ള എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഞാൻ വളരെ മുതിർന്ന ഒരാളെ, വയോവൃദ്ധനായ ഒരാളെ സങ്കല്പിച്ചു. ഇയാൾ ഈ കാർഡിൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എഴുതുന്ന പോലെ ഉദ്ദേശം എന്നല്ല എഴുതേണ്ടത്, ലക്ഷ്യം, പർപ്പസ് എന്ന അർത്ഥത്തിലാണെങ്കിൽ ഉദ്ദേശ്യം എന്ന് തന്നെ എഴുതണം. ഞാനിപ്പോഴും ആ കാർഡ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. KC നാരായണൻ സാർ ഇനി മുതൽ ഭാഷാഭൂഷണിയിലും എഴുതണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് ആദ്യമായി ഞങ്ങൾ പരിചിതരേ അല്ലാത്ത കാലത്ത് അയച്ച ആ കാർഡിനോടൊപ്പം ഈ കാർഡ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം വലിയൊരു തിരുത്തലായിരുന്നു അത്. ഭാഷയിൽ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഭാഷ കൊണ്ട് ഈ പണിയെടുക്കാൻ യോഗ്യനല്ല എന്ന വലിയൊരു താക്കീതായിരുന്നു അത്. ഈ ഭാഷാ ശ്രദ്ധയെപ്പറ്റി പറയുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരാറുള്ള ഒരു സന്ദർഭമുണ്ട്. T. പത്മനാഭൻ്റെ ഭാഷ വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുന്ന, വളരെ കണിശമായി ഉപയോഗിക്കുന്ന, വലിയ അടുക്കിലും ഉറക്കും ഉപയോഗിക്കുന്ന സംസാര ഭാഷയിൽ പോലും. ഇപ്പോൾ ഇവിടെ ഈ സംസാരിക്കുന്ന T. പത്മനാഭനാണെങ്കിൽ അത് നിങ്ങൾക്ക് കേട്ട് എഴുതിയെടുത്താൽ നല്ലൊരു ലേഖനമാക്കി മാറ്റാം. ഒന്നും കളയാനുണ്ടാവില്ല, ഒന്നും കൂട്ടിച്ചേർക്കാനുണ്ടാവില്ല. സുഖടിതമായി സംസാരിക്കുക പോലും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കഥയുണ്ടല്ലോ, കടയനെല്ലൂരിലെ ഒരു സ്ത്രീ എന്ന കഥയിൽ സഹ്യപർവ്വതത്തിൻ്റെ നിഴലിൽ കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു അത്. ബ്രാക്കറ്റിൽ എഴുതും, തണലിൽ അല്ല. ഇതൊരു കഥയിലാണെന്ന് ഓർക്കണം. എന്താ ഈ തണലും നിഴലും തമ്മിലുള്ള വ്യത്യാസം, അല്ലേ? തണലിന് തണുപ്പുണ്ട്, നിഴലിന് അതില്ല എന്നുള്ളതാണ്. ഒന്ന് ഷെയ്ഡാണെങ്കിൽ മറ്റേ ഷാഡോ ആണ്. തണുപ്പില്ലാത്തവരും നിഴലിനെയാണ് നമ്മൾ നിഴലെന്ന് പറയുക. തണുപ്പുള്ള നിഴലാണ് ഒരുപക്ഷെ തണൽ. അപ്പോൾ ഒരു വരണ്ട പ്രദേശത്തെപ്പറ്റി, വരണ്ട ജീവിതം നയിച്ചിരുന്ന രണ്ടാളുകളെ പറ്റി പറയുന്ന കൂട്ടത്തിലൊരു കഥാകാരനാണ്, ബ്രാക്കറ്റിൽ എഴുതുകയാണ്, നിഴലിൽ
സഹ്യപർവ്വതത്തിൻ്റെ നിഴലിൽ കിടന്ന ഒരു പ്രദേശമായിരുന്നു അത്, തണലിൽ അല്ല. ഈ ഭാഷാ കണിശതയുടെ അഭാവമാണ് ഒരുപക്ഷെ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെയുള്ള കോമാളി സന്ദർഭങ്ങൾ, ഫലിത സന്ദർഭങ്ങൾ ഉണ്ടാക്കുക നമ്മുടെ അനുദിന ജീവിതത്തിൽ. ഇത് ഭാഷയെന്ന് പറയുന്നത്, നമ്മൾ ഭാഷയാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? ഭാഷ കൂടാതെ ഇവിടെ ആരും ജീവിക്കുന്നില്ല. ഭരണഭാഷ എന്ന് പറയുന്ന ഭരണീയരെ പോലെ ഭരിക്കുന്നവരും ഭാഷ ഉപയോഗിക്കുന്നുണ്ട്, മാധ്യമപ്രവർത്തകർ ഉപയോഗിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമത്തിലാണ് നമ്മുടെ ഭാഷ ഏറ്റവും അധികം വികലീകരിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നത്. വന്ന പാട് എഴുതുകയാണ്, അല്ലേ? യൂട്യൂബിലൊക്കെ നല്ല ഒരു പ്രഭാഷണത്തിൻ്റെ താഴെ, സാറിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ താഴെ, അതിൻ്റെ വീഡിയോയുടെ താഴെ എഴുതിയിട്ടുള്ള കമൻറ്റുകൾ അങ്ങേയറ്റം വികലമായ മലയാളത്തിലായിരിക്കും. അച്ചടിത്തെറ്റെന്നല്ല പറയേണ്ട, അക്ഷരത്തെറ്റുള്ള മലയാളത്തിൽ ആയിരിക്കും. ഞാൻ മൈക്ക് സാറിന് കൈമാറട്ടെ. അതിനു മുൻപ് ഇവിടെ കഴിഞ്ഞ ദിവസം സംസാരിച്ച സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനൊരു ആമുഖം എന്ന നോവൽ ഇതിനെപ്പറ്റി മനോഹരമായി പറയുന്നൊരു സന്ദർഭമുണ്ട്. കഥാനായകൻ, നോവലിലെ കേന്ദ്ര കഥാപാത്രം, കുട്ടിയായിരുന്ന കാലത്ത് സ്കൂളിലേക്ക് സാമൂഹ്യ പാഠം പരീക്ഷയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ 80കളാണെന്ന് ഓർക്കണം കാലം. അപ്പോൾ അച്ഛൻ, ഈ കുട്ടിയുടെ അത്രയൊന്നും വിദ്യാസമ്പന്നനല്ലാത്ത അച്ഛൻ ഒരു സാമൂഹിക പാഠ സംബന്ധിയായ അറിവ് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ അടുത്ത് മുങ്ങിപ്പോയ, കാണാതായ ഇന്ത്യയുടെ കപ്പൽ ഏതെന്നറിയുമോ? കൈരളി. അതുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല, അത് നമ്മുടെ ഭാഷയുടെ കൂടി പേരാണ്. ഈ മുങ്ങിപ്പോയ, കാണാതായി പോയ, എവിടെയെന്നാർക്കും പിടിയില്ലാത്ത ഒരാഴത്തിൽ അപ്രത്യക്ഷമായ കപ്പലിൻ്റെ പേര് നമ്മുടെ ഭാഷയുടെ കൂടി പേരാണ്, ഭാഷയുടെ കൂടി രൂപകമാണ്. ശേഷം കാര്യങ്ങൾ അക്ഷരം പ്രതി എന്ന കോളത്തിൻ്റെ പേരിൽ കൂടി ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്ന കെ.സി. നാരായണൻ സാറല്ലേ? വാരഫലക്കാരെന്നൊക്കെ എം കൃഷ്ണൻ നായരെ വിളിച്ചിരുന്ന പോലെ ഒരുപക്ഷെ അങ്ങനെ ഒരു പേര് കിട്ടാൻ സാധ്യതയുണ്ട് സാറിന്. സാറ് പൂരിപ്പിക്കും ഞാൻ പറയാൻ വിട്ട അനവധിയായ കാര്യങ്ങൾ. എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കിനൊക്കെ നന്ദി. അത്രയ്ക്കൊന്നുമില്ല ഞാൻ എന്നുള്ള സത്യവും അറിയുന്നു. ഇപ്പോൾ 2 വിധ ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഭാഷ പരത്തുന്നതും ആളുകളെ പഠിപ്പിക്കുന്നതും. അതിലൊന്ന് ചാനലുകാരാണ്, നമ്മളെ നന്നായി പഠിപ്പിക്കുന്നുണ്ട് മലയാളം. 2 സർക്കാർ അവരുടെ വിദ്യാലയങ്ങൾ വഴി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ 2നെയും പറ്റിയും ദോഷം അല്ല പറയുന്നത്, നന്നായിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ ഈ ചാനലുകളിൽ ഈ പറഞ്ഞല്ലോ പശ്ചാത്താപം, അപ്പോൾ യാദൃശ്ചികത്വ തുടങ്ങിയത്. ഒരൊറ്റ ആളുകളും യാദൃച്ഛികം എന്നുച്ചരിക്കില്ല, എഴുതൂല്ല. യാദൃശ്ചികം, പശ്ചിമത്തിലെ ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പ്രമുഖ എഴുത്തുകാരുകൂടി യാദൃശ്ചികം എന്ന് എഴുതുന്നുള്ളൂ. അത് എങ്ങനെ വന്നതാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പം നോക്കുമ്പോൾ ചാനലിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ യാദൃശ്ചികം, ഉച്ചരിക്കുമ്പോൾ അതൊന്നും പോരാ, പദശുദ്ധിയൊക്കെ വേണ്ടേ? യാദൃച്ഛികം എന്ന് പോരാ, അങ്ങനെ ആയിരിക്കാം. എന്നാൽ അത് പശ്ചാത്താപം എന്ന് പറയില്ല, പശ്ചാത്താപം എന്നേ പറയുള്ളൂ, ഭയങ്കര കനത്തിൽ. അപ്പോൾ അതുപോലെ പശ്ചാത്താപം എന്താ പറയണ്ടേ, പ്രായശ്ചിത്തം എന്ന് പറയും. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയായുള്ള ഉച്ചാരണമാണ് എന്ന് പറയും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു വള്ളത്തോണ്ടൊരു കവിത ഉണ്ട്, ഈ ചെയ്ത ഇതിനൊക്കെ പശ്ചാത്താപമേ പ്രായശ്ചിത്തം. അത് ചാനലിൽ എങ്ങനെയാണ് വരിക എന്ന് ഞാനൊന്ന് ആലോചിച്ചു. വലിയ ബുദ്ധിമുട്ടാവും അത് ഉച്ചരിക്കാൻ. ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം എന്നായിരുന്നു. അപ്പം ഇത് ഇങ്ങനെ ചാനലുകൾ ഭയങ്കര തെറ്റായ ഉച്ചാരണവും തെറ്റായ ഭാഷയും നിരന്തരമായി പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഈ മലയാള മനോരമയുടെ ചാനൽ തുടങ്ങിയതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങളൊക്കെ വന്നിട്ട് അവരോട്, ആ അവതാരകരോടും ഒക്കെ വർത്തമാനം പറയാൻ ആവശ്യപ്പെട്ടു. ഭാഷയെ പറ്റിയിട്ടും മറ്റ് ഒക്കെ വർത്തമാനം പറയാൻ ആവശ്യപ്പെട്ടു. അപ്പം അതിൽ എന്താ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, അതെന്താ ഞാൻ ആലോചിച്ചതെന്ന് ഓർത്തുപോയി, വിട്ടുപോയി. അതെ, ഭാഷ അതിൽ അത് അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ നിശ്ചയമായിട്ടും യേശുദാസിൻ്റെ പത്മതീർത്ഥമേ ഉണരൂ എന്നുള്ള പാട്ട്
പഠിക്കുക, അല്ലെങ്കിൽ ദിവസേന രാവിലെ അത് കേൾക്കുക. അതിലെന്താ വിശേഷം എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാ സംസ്കൃത വയലാർ എഴുതിയതാണ്. ഒരുപാട് സംസ്കൃത അക്ഷരങ്ങളുണ്ട്. പത്മതീർത്ഥം, അത് യേശുദാസ് എങ്ങനെയാണ് ഉച്ചരിക്കുക എന്ന് നോക്കുക. അദ്ദേഹം കൃത്യമായിട്ട് അതിൻ്റെ ഫോണീമിക് വാല്യൂ, ഫണറ്റിക് വാല്യൂ ഒക്കെ അറിഞ്ഞ് പത്മല്ല പത്മതീർത്ഥം, അത്താക്ക് എത്ര കനം വേണം അത് ആ കനം ഉപയോഗിക്കുള്ളൂ, എന്നാൽ തീർത്ഥം എന്ന് പറയില്ല. ആ പാട്ടിലതിന് എത്ര കനം വേണം. ഇങ്ങനെ ശബ്ദത്തിനെ ഓമനിച്ചുകൊണ്ട്, ലാളിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് ആണ് ആ പാട്ട് മുഴുവൻ പാടുന്നത്. അപ്പം ഏതർത്ഥം, ഏത് വാക്കിന് എത്ര കനത്തിൽ ഉച്ചരിക്കണം, എന്ത് സ്ഫുടതയോടുകൂടി ഉച്ചരിക്കണം, ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് മലയാളത്തിൽ പാലിച്ചു പോരുന്ന വേറൊരാളുമില്ല. അതുകൊണ്ട് നമ്മുടെ ശബ്ദഗുരു ആരാന്ന് ചോദിച്ചാൽ ഞാൻ ചാനലുകാരോട് പറഞ്ഞു, നമ്മുടെ ശബ്ദഗുരു യേശുദാസനാണ്. അപ്പം അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു മാതൃഭൂമിയിൽ. ബലരാമൻ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ്, അദ്ദേഹത്തെ അല്ല, അദ്ദേഹത്തിൻ്റെ ബന്ധുവോ ഒക്കെ ആയിട്ടുള്ള തിലകനെ ഇൻ്റർവ്യൂ ചെയ്ത്. അപ്പോൾ തിലകൻ യേശുദാസനായിട്ട് വലിയ ഇഷ്ടമുള്ള ആളാണ്, യേശു എന്നേ പറയുള്ളൂ. അപ്പോൾ ബലരാമനോട് തിലകൻ പറയാ, ഈ യേശുവിന് ഇങ്ങനെ ഉച്ചാരണ ശുദ്ധിയുള്ളൊരു കമ്മ്യൂണിറ്റി ഒന്നും അല്ല ചുറ്റും ഉണ്ടായിരുന്നത്. ഇങ്ങനെ അയാൾക്ക് അവിടെ അങ്ങനെ അവിടുന്ന് നാട്ടിൽ നിന്ന് ഒരു ശിക്ഷണം കിട്ടിയതുമല്ല. അയാൾ ഈ പാട്ട് തുടങ്ങിയപ്പോൾ ഈ ഓരോ അക്ഷരവും എങ്ങനെയാണ് പാട്ടിൽ ഉച്ചരിക്കേണ്ടത് എന്ന ഓരോ അക്ഷരമായിട്ട് പഠിച്ചെടുത്തതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഒരാൾ പാട്ട് പഠിക്കാൻ വേണ്ട സമയത്തിനേക്കാളൊക്കെ, അല്ലെങ്കിൽ അതേ സമയം മലയാള അക്ഷരം എങ്ങനെ ഈ പാട്ടിൽ ഉച്ചരിക്കണം എന്ന് ഒരു ഗുരുനാഥനെ വെച്ച് പഠിക്കുക എന്ന് പറയുന്നത് എന്തൊരത്ഭുതം. അങ്ങനെ ക്ഷമാപൂർവം ശിക്ഷണത്തിലൂടെ, സ്വയം ശിക്ഷണത്തിലൂടെയാണ് യേശുദാസ് ഇന്നുള്ള പാട്ടുകാരനായത്. അത് ചില്ലറ അധ്വാനമല്ല അയാൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ ഗാനഗന്ധർവെന്ന് ജി ശങ്കരക്കുറുപ്പാണ് അദ്ദേഹത്തിനെ വിളിച്ചത്. അങ്ങനെ വിളിപ്പേരുണ്ടാകാവുന്ന വിധത്തിൽ നിരന്തര സൂക്ഷ്മ സാധനയോട് കൂടിയിട്ട് ഈ മലയാള ഭാഷയെ സ്നേഹിച്ച് വളർത്തി എല്ലാവർക്കും മാതൃകാ ഉച്ചാരണക്കാരനായി, മാതൃകാ ഗുരുവായിട്ട് മാറിയ യേശുദാസാണ്. അങ്ങനെ ഒരാളും പാടിയിട്ടില്ല. മലയാള അക്ഷരം ഇത്ര സ്ഫുടതയോടുകൂടിയും ഇത്ര കണിശതയോടുകൂടിയും ഇത്ര വ്യക്തതയോടുകൂടിയും മലയാള പാട്ടുകാർ ഒരാളും പാടിയിട്ടില്ല. അപ്പോൾ അതാണ് ചാനലുകാരോട് നിങ്ങൾ ആ പാട്ട് കേൾക്കുക, എന്നിട്ട് ഒരു യേശുദാസ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് ഉണ്ടാക്കുക. അതെ, ഈ യേശുദാസ് കോഴ്സ് പാസ്സാവാതെ ഒരാൾ ചാനലിലേക്ക് വരില്ല എന്ന് എല്ലാ ചാനലുകാരും ജെ കോഴ്സ് എന്ന് പറഞ്ഞാൽ മതി, ജെ കോഴ്സ്. അങ്ങനെ യേശുദാസ് കോഴ്സ് പാസ്സായ ആളെ മാത്രമേ റേഡിയോയിലും അതുപോലെ നമ്മുടെ ശ്രാവ്യ മാധ്യമങ്ങളിലും ശബ്ദം കൊണ്ട് ഉപയോഗിക്കുന്ന ഏത് മാധ്യമത്തിലും ഈ പരീക്ഷ പാസ്, ഈ ഡിപ്ലോമ ഉണ്ടാവണം. അതിൻ്റെ അതിന് ഒരു മോഡറേഷനും ഇല്ല, ഒരു ഇളവും ഇല്ല. അങ്ങനെ ഒരു കോഴ്സ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് എന്ന് ഞാൻ ആ ചാനലിലത്തെ ആളുകളോട് പറഞ്ഞു. ആളുകൾ രസിച്ചു എന്നുള്ളത് അതിനൊന്നും മെനക്കെട്ടില്ല, അത് നമുക്കറിയാലോ. ഇത് പക്ഷേ എല്ലാവരും, നമ്മൾ കുട്ടികളെ തന്നെ ഇത് നമുക്ക് പഠിപ്പിക്കാവുന്നതാണ്. ഈ യേശുദാസിൻ്റെ പാട്ട് എല്ലാവരും കേൾക്കണ്ടല്ലോ. ഇത് നിങ്ങൾ കുട്ടികളോട് പറയാം. ഇതൊന്ന് അക്ഷരസ്ഫുടത എങ്ങനെയാണ് അദ്ദേഹം ഉച്ചരിക്കുന്നത്. ഇപ്പം അദ്ദേഹത്തോളം മാതൃകയായിട്ട് ഒരാളുമില്ല. അത് പാട്ട് ശ്രദ്ധിച്ച് കേട്ട് എങ്ങനെയാണ് ഓരോ അക്ഷരവും ഉച്ചരിക്കുന്നത്, എന്താണ് അതിൻ്റെ ഫോണീമിക് വാല്യൂ അല്ലെങ്കിൽ ഫണറ്റിക് വാല്യൂ എന്താണ്. ഇപ്പം കഥ എന്ന് പറയുമ്പോൾ താക്ക് എത്ര കനം എന്നൊരു സാധനം കൂടി ഉണ്ട്. കഥ എന്ന് പറയാം, കഥ എന്ന് പറയാം, കഥ എന്ന് പറയാം, ഇങ്ങനെ പല ലെവൽസിൽ അത് പറയാം. പക്ഷെ എത്ര കനം കൊടുക്കണം അതിന് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ അത് യേശുദാസിനെ നമ്മളുടെ ഒരു മാനദണ്ഡമാക്കിയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് അതുപോലെ ആവുണ്ടോ ഇല്ലേ നമുക്ക് പരീക്ഷിക്കാം. അത് ഇതൊക്കെ ഈ ആധുനിക യന്ത്ര സംവിധാനങ്ങളിലെ ഈ കാലത്ത് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നടത്താവുന്നതാണ്. അങ്ങനൊരു ആധുനിക സംവിധാനം ഇതിൽ പ്രവർത്തിച്ചുകൊണ്ട് അതിനെ നമ്മുടെ ഉച്ചാരണത്തിനെ ഏകീകൃതവും ഇല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട്
എടുക്കുക എന്നുള്ളതാണ്. മലയാളത്തിലെ ടി വിയിലും ചാനലിലും റേഡിയോയിലും ശബ്ദോച്ചാരണം, മലയാളത്തിൻ്റെ ഉച്ചാരണം സ്റ്റാൻഡേർഡൈസ് ചെയ്യാനും ഒരുപോലെയുള്ള നിലവാരമുള്ളതാക്കാനും ചെയ്യാവുന്ന ഒരു പണി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ BBC വാർത്തകൾ നമ്മളെല്ലാവരും കേൾക്കണല്ലോ. ഇങ്ങനെ ഇംഗ്ലണ്ടിൽ ഒരാളും ഈ ആക്സെൻറ്റിൽ സംസാരിക്കുന്നില്ല. ഈ BBC പറയുന്ന ഭാഷ അതൊരു കൺസ്ട്രക്റ്റഡ് ഭാഷയാണ്. ആ ആക്സെൻറ്റ് അവിടെ ആരും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ആ ആക്സെൻ്റ് ഉണ്ട്. ആ BBC പറയുന്നത് ഇന്ന വിധത്തിലാണ്. അത് പഠിപ്പിക്കുന്നതും അത് കൺസ്ട്രക്റ്റ് ചെയ്തെടുത്തതും അത് BBC ഏത് നിലയം വെച്ചാലും ഈ ആക്സെൻറ്റിൽ സംസാരിക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ഞാനവിടെ പോയിട്ട് എൻ്റെ ഒരു ആക്സെൻറ്റിൽ ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാൽ നടക്കില്ല. ഇപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി എന്ന് പറയുമ്പോൾ ഉണ്ടാവണം എത്രമാത്രം പ്രയത്നത്തിലൂടെയാണ്. അങ്ങനെ വാക്കുകളുടെ ഉണ്ടാവലും ശബ്ദത്തിൻ്റെ ഉച്ചാരണവും ഒക്കെ ഇങ്ങനെ സംവിധാനപരമായിട്ടുള്ള സ്ഥാപനപരമായിട്ട് രക്ഷ ഉണ്ടായിട്ട് പരിരക്ഷ ഉണ്ടായിട്ട് അത് പഠിപ്പിച്ച് നിലനിർത്തിയാലേ ആ സ്റ്റാൻഡേർഡ് ഉച്ചാരണം ദീർഘകാലം നിലനിൽക്കുകയുള്ളൂ. ഇത് ഞാൻ ആ ചാനലുകാരോട് അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പൊതുജന മധ്യത്തിലും പറയുന്നു. ഇതൊരു ഗൗരവപ്പെട്ട കാര്യമാണ്. ഇല്ലെങ്കിൽ ഈ ഉച്ചാരണം എന്നുള്ള സംഗതി ഉണ്ടാവില്ല. ആർക്കും എന്ത് ഉച്ചരിക്കാം, ഒക്കെ മലയാളം. അതൊന്ന്. ഇനി ഈ മലയാളം പഠിപ്പിക്കുന്ന സ്കൂളുകളുടെ സ്ഥിതി ഒന്ന് നമുക്ക് നോക്കാം. മറ്റേ നിർഭാഗ്യവശാൽ ഇംഗ്ലീഷാണ് സജീവ് പഠിപ്പിക്കണം, മലയാളം പഠിപ്പിക്കണില്ല. ഞാനും എൻ്റെ ഭാര്യയും മലയാള ഭാഷ കൊണ്ട് ജീവിച്ച ആളാണ്. മലയാള അധ്യാപികയായിരുന്നു, മലയാളത്തിനെ സ്നേഹിച്ച അധ്യാപികയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആളുകൾ കുറച്ചാളുണ്ടാവും. അതിൽ സർക്കാരിൻ്റെ വിദ്യാലയങ്ങളിൽ ഈ പഴയ DPI പറഞ്ഞിട്ടുണ്ട്, +1 അല്ല എല്ലാത്തിലും ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് പോലും എല്ലാ മലയാള അക്ഷരങ്ങളും എഴുതാൻ അറിയില്ല എന്ന്. എന്തൊരു ദയനീയമായ കാര്യമാണ്. ഇന്ന് ഈ ഭാഷ പഠിക്കാൻ എന്തെല്ലാം ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്. കൃത്യമായിട്ട് ഈ ക്ലാസ്സിൽ കുട്ടികൾക്ക് എന്താണ് ഉച്ചാരണം എന്ന് യേശുദാസിൻ്റെ ഇത് പറഞ്ഞ പോലെ എന്ന് പഠിപ്പിക്കാൻ, ഇംഗ്ലീഷ് പഠിപ്പിക്കാനും മലയാളം പഠിപ്പിക്കാനും ഒക്കെ ഉപകരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എഴുത്തിനിരുത്ത് എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, നമ്മളത് ഈ സെൽഫോണിൻ്റെ ഇതിലായ എത്ര ഗംഭീര ഒരു ആപ്പ്, ഒരു ഉപകരണം. അതിൽ ആ എന്നെഴുതിയാൽ അതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം വരും. എന്നാൽ ഈ കുട്ടികൾ ഇങ്ങനെ അലറി വിളിച്ച് എന്തൊരു ദയനീയ ദൃശ്യം എഴുത്തിന് ഇരുത്തെന്ന് പറയും. അത് നാവ് ഇങ്ങോട്ട് വലിക്കും, എന്നിട്ട് ഈ മോതിരം കൊണ്ട് അമർത്തി എഴുതി കുട്ടി പെടഞ്ഞെണീട്ട് ഓടും. അയ്യോ, ഈ എഴുത്തിനിരുത്തുക എന്നുള്ളൊരു ഭീകര കർമ്മമായിട്ടാണ് ഈ കുട്ടി. നേരെ മറിച്ച് ഇങ്ങനെ ആധുനികമായിട്ട് അവന് ഭയങ്കര രസം തോന്നും. എഴുത്തിനിരുത്തുക എന്നുള്ളത് വലിയ സന്തോഷകരമായൊരു കാര്യമാവും. എങ്ങനെയായാൽ ഇത് സെൽഫോണിൻ്റെ അല്ലെങ്കിൽ വലിയൊരു പാഡിൽ, ഐപാഡ് പോലെ അത്ര വേലയൊന്നും വേണ്ട, അതിൽ അക്ഷരങ്ങൾ എഴുതി പഠിക്കുക. ആ എന്ന് എഴുതി കഴിഞ്ഞാൽ അപ്പോൾ ആന്ന് വരും, അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാന്ന് വരും. അപ്പോൾ അതിൻ്റെ ആ തോന്നുന്ന ഒരു അരണ എന്നുള്ള ചിത്രം വരും, അത് എഴുതും ചെയ്യും. അപ്പോൾ എത്ര ഭംഗി ഈ അക്ഷരം പഠിക്കുക എന്നുള്ളത്, എന്ത് ഭംഗിയായിട്ടൊരു കാര്യം. എല്ലാവർക്കും ഈ ക്ലാസ്സിൽ 50 പാഡ് വാങ്ങിക്കൊടുക്കാൻ ഏത് PTA വിചാരിച്ചാലും പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഷയെ സംബന്ധിച്ചോളം ആധുനികവൽക്കരണം. ഇത് ഇംഗ്ലീഷും പഠിക്കാം, ഇംഗ്ലീഷ് ഇതേപോലെ പഠിക്കാം. അതിൻ്റെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ഇപ്പോൾ BBC പല സ്റ്റാൻഡേർഡുണ്ട്. ഇപ്പം ഞാൻ അമേരിക്കയിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ മകൾ അവിടെയാണ്. അപ്പോൾ മകൾ പറയുക, അച്ഛാ എനിക്കൊന്ന്, ആ കുട്ടികൾ എന്നോട് ചോദിക്കുക, അമ്മ സ്കൂളിലൊന്നും പോയിട്ടില്ലല്ലേ എന്ന്. സ്കൂളിലൊന്നും പോയിട്ടില്ലേ? അപ്പോൾ ആ കുട്ടികൾക്ക് അറിയില്ല അമ്മ പറഞ്ഞത് ഇംഗ്ലീഷാണ്. കാരണം അത് ബോസ്റ്റണിലാണ്. ആ ബോസ്റ്റണിൽ ഇംഗ്ലീഷ് ഇങ്ങനെയല്ല. അപ്പോൾ അവർ വിചാരിക്കും ഇതിപ്പോൾ ഗുജറാത്തി പോലെയോ തമിഴ് പോലെയോ വേറൊരു ഭാഷയാണ് ഇംഗ്ലീഷ്, അത്രേ വിചാരിക്കുള്ളൂ. കാരണം അവിടെ എത്രയോ ഭിന്ന ഭാഷാ ഉച്ചാരണ ഭേദങ്ങളുണ്ട്. അതൊന്ന് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടാണ് ഓരോ നമ്മൾ കേൾക്കുന്ന അമേരിക്കൻ റേഡിയോ ആയാലും ശരി, ബ്രിട്ടീഷ് റേഡിയോ ആയാലും. ലണ്ടനിൽ നിന്ന് 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വേറെ ആക്സെൻറ്റാ. ഇതൊന്നുമല്ല, ഈ BBC ആക്സെൻ്റ് അവിടെ എവിടെ ഇല്ലാത്ത, അത് കൺസ്ട്രക്ട് ചെയ്തുണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ ഈ ഭാഷാ പഠനം ആധുനികമാക്കുക എന്നുള്ള അപ്പോൾ സ്റ്റാൻഡേർഡുമായി ആ ആപ്പിൽ അതേ വരുള്ളൂ. ആ ആപ്പിന് ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡിയെ കൊണ്ട് അംഗീകരിപ്പിക്കാം. അതിൻ്റെ ശബ്ദം കറക്റ്റാണോ,
എന്നുള്ളത് പരിശോധിപ്പിക്കാം. അങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ ഭാഷാ വിദഗ്ധന്മാർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ടാബാണ് എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ അതിലത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഈ ഉച്ചാരണം എന്നുള്ള പ്രശ്നം ശുദ്ധമായിട്ടും സ്ഫുടമായിട്ടും മലയാളം പറയുക എന്നുള്ള ഇന്ന് ബുദ്ധിമുട്ടായി തോന്നുന്നത് വളരെ ഈസി ആയിട്ടൊരു കാര്യമായിട്ട് മാറും. അതാണ് ഏത് ഗവൺമെൻറ്റും, ഗവൺമെൻറ്റിൻ്റെ ഒരു വകുപ്പാണ്. നമ്മൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഭാഷയെ ഉന്നമിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചില ഇത് വളരെ ലളിത സംവിധാനം ആണിത്. ഇത് എല്ലാവർക്കും, അതിൽ വേറൊന്നും കൂട്ടിച്ചേർക്കാനൊന്നും പറ്റില്ല, ഉച്ചാരണം അതിൽ വ്യത്യസ്തമാക്കാൻ പറ്റില്ല. അങ്ങനൊരു സംവിധാനം ഈ അടുത്ത വർഷം മുതൽക്കെങ്കിലും ഗവൺമെൻറ്, അത്ര ചിലവൊന്നുള്ളതല്ലത്, ഒരു ചിലവുമില്ല, ഈ എഴുത്തിനിരുത്തുക എന്നുള്ള ഈ ഭയങ്കര പ്രഘോഷം ഉണ്ടല്ലോ. ആയിരക്കണക്കിനുള്ള 5000 കുട്ടികളെ തിരൂർ തുഞ്ചൻ മഠത്തിൽ എഴുതിയായിരുന്നു. ഞാനൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് 5 മണിക്കൂറൊക്കെ അവിടെ ഇരുന്ന് എഴുതണം. അത്ര ഗംഭീരമായൊരു സംഗതിയാണ് എഴുത്തിനെഴുത്ത്. പക്ഷേ അന്ന് കുട്ടികളുടെ കരച്ചിൽ, അവിടെ ഒരു ഭയങ്കര ഒരു പീഡനമുറ നടക്കുകയാണ് എന്നാണ് എല്ലാവരും കുട്ടികൾ കരഞ്ഞ് നിലവിളിച്ച് ആകെ കഴുത്തൊക്കെ കുടങ്ങി എന്തൊരു ദൃശ്യം അത്. ഈ ദൃശ്യം മാറ്റി വളരെ പ്ലസൻ്റായിട്ടുള്ള ഒരു ദൃശ്യമാക്കിയിട്ടും അനുഭവമാക്കിയിട്ടും അതിനെ മാറ്റാൻ ഈ ഒരൊറ്റ വഴിയുള്ളൂ. ഇത് ഏറ്റവും നല്ല വഴിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പഠിപ്പിക്കുന്നതിനെ പറ്റി സജീവം. എഴുത്തിനെ പറ്റി സാർ ഇവിടെ പറഞ്ഞപ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് പല വർഷങ്ങളിൽ ഈ ക്രൂരകൃത്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഈ ബാലപീഡനം തുഞ്ചൻപറമ്പിൽ നടത്തിയിട്ടുള്ള ആളുകളാണ്. അതിനോടൊപ്പം ഓർമ്മ വരുന്നത് ഈ എഴുത്തിനെടുത്ത അല്ലെങ്കിൽ വിദ്യാരംഭം എന്നതിനെപ്പറ്റി നമ്മുടെ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ, ഒരുപക്ഷെ ഏറ്റവും സങ്കീർണമായ കവിതകളിലൊന്ന് ഇടശ്ശേരിയുടെ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയായിരിക്കും. അതിലൊരു വരി മാത്രമാണ് ഞാനിവിടെ, അതിലൊരുപാട് കാര്യങ്ങൾ ഇടശ്ശേരി മുറുക്കി ചുരുക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഇപ്പോൾ പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇടശ്ശേരിയുടെ മകനോ മകളോ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നു, പള്ളിക്കൂടത്തിലേക്ക് പോകുന്നു. അപ്പോൾ താൻ ആദ്യമായിട്ട് പള്ളിക്കൂടത്തിലേക്ക് പുറപ്പെട്ട ദിവസം കവിക്ക് ഓർമ്മ വരുന്നു. അപ്പോൾ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. വാക്കിടറാതെ നടന്നു തന്നെ വർഷീയനായി കഴിഞ്ഞൊരച്ഛൻ. വാക്കിടറാതെ നടന്നു തന്നെ വർഷീയനായി കഴിഞ്ഞൊരച്ഛൻ. വർഷീയൻ ഇപ്പോൾ അങ്ങനെ പ്രയോഗത്തിലില്ലാത്തൊരു വാക്കാണ്. വയസ്സായ അച്ഛൻ എന്നേ അർത്ഥമുള്ളൂ. അനേക വർഷം ജീവിച്ച അച്ഛൻ എനിക്ക് തന്ന ഉപദേശം ഇതായിരുന്നു: കയ്യക്ഷരം നല്ലതാക്കൂ. കയ്യക്ഷരം അതിന് വടിവിലെഴുതാൻ മാത്രമുള്ള ഉപദേശമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അക്ഷരം നന്നാക്കൂ. അക്ഷരം, വാക്ക്, ഭാഷ ഏറ്റവും ഭംഗിയായി, ഏറ്റവും സൂക്ഷ്മമായി, ഏറ്റവും ശ്രദ്ധാപൂർവം പ്രയോഗിക്കൂ എന്ന ആശംസയാണ് ഇടശ്ശേരിയുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് ഇടശ്ശേരിക്ക് കൊടുത്തത്. ആ കയ്യക്ഷരം നന്നായതുകൊണ്ട്, ഭാഷ നന്നായതുകൊണ്ട്, ഭാഷ ഏറ്റവും സൂക്ഷ്മമായി, ഏറ്റവും സൗന്ദര്യഭദ്രമായി ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് ഇടശ്ശേരി കവിയായി മാറി. നമ്മുടെ ഭാഷയിലെ ഏറ്റവും വലിയ കവികളിൽ ഒരാളായി മാറി. അപ്പം അത് പരമാവധിയാണ്. കയ്യക്ഷരം നന്നാവുന്നതിൻ്റെ, ഭാഷ നന്നാവുന്നതിൻ്റെ പരമാവധിയാണ് കവിയാവുക. മറ്റ് ആധാരം എഴുതാനും കയ്യക്ഷരം നന്നാവണേ. അതെ, ഉപജീവനത്തിനും അല്ലേ. ഇന്നല്ല, DTP വരുന്നതിൻ്റെ മുമ്പേ കയ്യക്ഷരം നന്നാവുക എന്നുള്ള ആധാര എഴുത്തുകാരൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ചുമതല. അതും കൂടി ഇടശ്ശേരി ഉദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കരണങ്ങൾ എഴുതിയിട്ട് പഠിക്കുമല്ലോ. അതെ, ഈ ഗുമസ്ത വൃത്തിക്കും കയ്യക്ഷരം വളരെ നന്നാവണം. അതെ, അതിന്റെ പരമാവധിയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എഴുത്തുകാരനാവുക എന്നുള്ളത് അല്ലേ. ഭാഷ ഏറ്റവും നന്നായി, ഏറ്റവും ഉചിതമായി, മനോഹരമായി പ്രയോഗിക്കുക എന്നത്. സാർ ഇവിടെ സംസാരിക്കുമ്പോൾ സ്ഫുടം എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇതൊക്കെ ഭാഷയോടുള്ളൊരു ആസക്തി കൊണ്ട് തേടി പിടിച്ച കാര്യങ്ങളാണ്, ഇങ്ങോട്ട് വന്നു ചേർന്ന കാര്യങ്ങളൊന്നുമല്ല. സ്ഫുടം എന്ന വാക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥമാണല്ലോ, തെളിഞ്ഞത് അല്ലേ. ഈ വാക്ക് ഒരു പക്ഷേ സാറിൻ്റെ ഈ കോളത്തിനുള്ള ഏറ്റവും വലിയൊരു മെച്ചം കവിതകൾ കൂടി ഉപയോഗിച്ചിട്ടാണ് ഈ ഭാഷാ അധ്യയനം അല്ലെങ്കിൽ അധ്യാപനം നിർവഹിക്കുക. ഇത് പഠിപ്പിക്കുകയാണെന്ന് തോന്നാതെ വളരെ മധുരമായ, മനോഹരമായ മലയാള കവിതാ വരികൾ ഉചിതമായി ഉദ്ധരിച്ച് ചേർത്തുകൊണ്ടാണ് അക്ഷരം പ്രതിയിൽ ഭാഷാ അധ്യാപനം എന്നും പറയാൻ പറ്റില്ല, ഭാഷാ ബോധവൽക്കരണം നടക്കുക. അപ്പോൾ കവിതയിലാണ് ഒരു പക്ഷേ ഈ അർത്ഥം ഉചിതമായിട്ട്, വലിയ കവികളുടെ കവിതയിലാണ്
അല്ലേ? നല്ല കവികളുടെ കവിതയിലാണ് അർത്ഥം യഥാസ്ഥാനത്ത് ഇങ്ങനെ ഉറച്ചിരിക്കുക, അതിങ്ങനെ തെളിഞ്ഞ് കത്തുക. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഫുടം എന്ന വാക്കിനെ പറ്റി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്ഫുടം, തെളിഞ്ഞതെന്ന അർത്ഥമുണ്ട്. ഇത് ഏറ്റവും അധികം സന്ദർഭങ്ങളിൽ സന്ദർഭ വ്യത്യാസത്തോടു കൂടിയും അർത്ഥവ്യത്യാസത്തോടു കൂടി ഉപയോഗിച്ചിട്ടുള്ളൊരു കവി കുമാരനാശാനാണ്. ആശാന്റെ ഏറ്റവും പ്രസിദ്ധമായ സ്ഫുടം എന്ന വാക്ക് കടന്നു വരുന്ന സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ചിലർക്കെങ്കിലും. സ്ഫുടതാരകങ്ങൾ കൂരിരുട്ടിലുണ്ടാം ഇടയിൽ, സ്ഫുടതാരകങ്ങൾ കൂരിരുട്ടിലുണ്ടാം. അടുത്ത വരി ഏതായിരുന്നു? ദ്വീപുകളുണ്ട് സിന്ധിയിൽ. ഇടയിൽ ദ്വീപുകൾ. ഈ പ്രാസമുള്ളതുകൊണ്ട് എളുപ്പമുണ്ട്. സ്ഫുടത്തിന്റെ താഴെ ഒരു ടകാരത്തിലുള്ളൊരു വാക്ക് വരണമല്ലോ. ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ. അവിടെ തെളിഞ്ഞതെന്നാണ് സ്ഫുടതാരകങ്ങൾ, അല്ലേ? അപ്പോൾ ആ താരകങ്ങൾ തെളിച്ച ഒന്നുകൂടി കൂടും ഈ വിശേഷണം കൊണ്ട്, സ്ഫുടതാരകങ്ങൾ. പക്ഷെ അത് മാത്രമല്ല ഈ വാക്കിന്റെ അർത്ഥം. എനിക്ക് വലിയ ആഹ്ലാദം അത് തിരിച്ചറിഞ്ഞ നിമിഷം എന്ന് പറഞ്ഞാൽ ഒരു യുറേക്ക നിമിഷമായിരുന്നു. സ്ഫുടം എന്ന വാക്കിന് നന്നായി വിരിഞ്ഞത്, ഒരു പൂവിനെ പറ്റി, നന്നായി വിരിഞ്ഞ പൂവ് എന്നുകൂടി അർത്ഥമുണ്ട്. ഒരു പൂവിനെ പോലെ പൂർണ്ണമായി വിരിഞ്ഞ എല്ലാ ഇതളുകളും പൂർണ്ണമായി വിരിഞ്ഞ, ആ വിരിയൽ കഴിഞ്ഞ തികഞ്ഞ പൂവിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്കുകൂടിയാണ് സ്ഫുടം. ആ അർത്ഥത്തിലും ആശാൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സ്ഫുടമവൾ പൂക്കും അശോകശാഖി പോലെ. സ്ഫുടമവൾ പൂക്കും അശോകശാഖി പോലെ. നന്നായി പൂത്തു വിരിഞ്ഞ അശോകമരത്തെ പോലെ മദനെ കണ്ട ലീല ഇങ്ങനെ തുടുത്ത് നിന്നു എന്നാണ് പറയുക. എൻ്റെ അടുത്ത വരിയിൽ ആശാൻ അത് തന്നെ പൂരിപ്പിക്കും. അതിമോഹ ലോഹിതാംഗി. മോഹം കൊണ്ട്, ആഗ്രഹം കൊണ്ട്, ഡിസയർ കൊണ്ട് ഇങ്ങനെ ശരീരം തുടുത്തവൾ, അടിമുടി ആപാത ചൂടൻ ചുവന്നു പോയവളായി നിൽക്കുന്ന ലീലയെ പറ്റിയാണ് ആശാൻ പറയുക. സ്ഫുടം അവൾ പൂക്കും അശോകശാഖി പോലെ. അവിടുത്തെ സ്ഫുടത്തിൻ്റെ അർത്ഥം ഇവിടുത്തെ സ്ഫുടത്തിൻ്റെ അർത്ഥമല്ല. ഇങ്ങനെ അർത്ഥബോധത്തോടു കൂടി ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് ഭാഷയോട് സ്നേഹം ഉണ്ടാവണം, ശ്രദ്ധയുണ്ടാവണം. ആരും ബലാത്കാരമായിട്ട് ചെയ്യിക്കാവുന്ന ഒരു, കുട്ടികളെ എഴുത്തിനിരുത്തുന്ന പോലെ ബലപ്രയോഗത്തിലൂടെ ചെയ്യിക്കാവുന്ന ഒരു കാര്യമേ അല്ല ഭാഷയോട് ഈ മമതാബോധം ഉണ്ടാവുക എന്നത്, എൻ്റെ ഭാഷ എന്ന ബോധം ഉണ്ടാവുക എന്നത്. അങ്ങനെ ആവുമ്പോഴാണ് അതിൻ്റെ സൂക്ഷ്മാർത്ഥം നമുക്ക് അന്വേഷിച്ചു പോകാനും കണ്ടെത്താനുമുള്ള ഒരു പ്രേരണ ഉണ്ടാവുക. ഇപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുന്ന ഒരു സദസ്സാണ് ഇവിടെ ഉള്ളത്. ശുശ്രൂഷ എന്ന വാക്കിന് നല്ല കേൾവി എന്നാണ് അർത്ഥമെന്ന് ഈ അടുത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാഷാ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആരുമല്ല അത് പറഞ്ഞു തന്നത്. വലിയ ഒരു പണ്ഡിതനും സന്യാസിയുമായിട്ടുള്ള വിനയ ചൈതന്യ എന്നൊരാളുണ്ടല്ലോ. നാരായണ ഗുരുവിൻ്റെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് സമ്പൂർണ്ണ കൃതികൾ പരിഭാഷപ്പെടുത്തിയ, ക്രൈ ഇൻ ദ വിൽഡർനെസ് എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയ വിനയ ചൈതന്യയാണ് ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറയുന്നത്, എസ് ഗോപാലകൃഷ്ണനോടോ മറ്റോ പറയുന്നത്, ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നല്ല കേൾവി എന്നാണ് അർത്ഥം. അപ്പം നല്ല ഡോക്ടർ ആരായിരിക്കണം? നല്ല കേൾവിക്കാരനായിരിക്കണം എന്നത് വരെ അത് നീളും. ഭാഷയിലാണ്, വാക്കിലാണ് സംസ്കാരം, ചരിത്രം എല്ലാം ഉറങ്ങിക്കിടക്കുന്നത്. ഇവിടെ ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞ ഒരു കാര്യം, മകളെന്ന അർത്ഥത്തിൽ ദുഹിതാവ് എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ. ദുഹിതൃ പരിണയോത്സവം യഥാവിധി കഴിച്ചു എന്നൊക്കെ ലീലയിൽ തന്നെ ആശാൻ എഴുതിയിട്ടുണ്ട്. അതിനോട് ബന്ധപ്പെട്ട വാക്കാണ്, അല്ലെങ്കിൽ ഒരേ റൂട്ടിൽ നിന്ന് വന്നതാണ് ഇംഗ്ലീഷിലെ ഡോട്ടർ, അല്ലേ? ഈ ഡോട്ടർ എന്ന വാക്കിന് എന്താണ് ഉച്ചരിക്കപ്പെടാത്ത ഇത്ര അധികം അക്ഷരങ്ങൾ നമുക്ക് സംശയിക്കാം. കാരണം ദുഹിതാവ് തന്നെയാണ് ഡോട്ടർ. ദുഹിതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ കറക്കുന്നവളാണ്. അതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുക പഴയ ഏതോ പുരാതന കാലത്ത്, ഇപ്പോഴൊന്നും അല്ല, വളരെ പണ്ട് പശുവിനെ കറക്കുക എന്നുള്ള വീട്ടിലെ പെൺകുട്ടികളുടെ ജോലിയായിരുന്നു. അല്ലെങ്കിൽ പ്രധാന ജോലികളിലൊന്ന് പശുവിനെ കറക്കുക എന്നതായിരുന്നു. അങ്ങനെ മകൾ ദുഹിതാവ്, പശുവിനെ കറക്കുന്നവൾ മകൾ ആയി മാറി, പെൺകുട്ടിയായി, വീട്ടിലെ പെൺകുട്ടിയായി മാറി. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതൊക്കെ വളരെ വിലപിടിച്ച ഒരുപക്ഷെ വലിയ സാംസ്കാരിക മൂല്യമുള്ള അറിവുകൾ കൂടിയാണിത്. ഇപ്പം ഗോഖ്നൻ എന്നൊരു വാക്ക് പെട്ടെന്ന് അർത്ഥം കേട്ടാൽ എന്താ നമുക്ക് തോന്നുന്നത്? പശുവിനെ കൊല്ലുന്നവൻ. പശുവിനെ കൊല്ലുന്നവൻ ഭയങ്കര മോശക്കാരനാണ് എന്നൊരു വൈപ്പുണ്ടല്ലോ, എന്നൊരു ധാരണയുണ്ടല്ലോ. പക്ഷെ ഈ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയൊന്നുമല്ല. അതിഥി എന്നാണ്. അതായത് അക്കാലങ്ങളിൽ ഈ പറഞ്ഞ പുരാതന ഇന്ത്യയിൽ
പശുവിനെ കൊന്നിട്ട് പശുമാംസം കൊണ്ടാണ് അതിഥിയെ സൽക്കരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിഥിക്ക് ഗോഖനൻ എന്ന പേര് വന്നത്. നമ്മൾ അതിഥിയെ വരുമ്പോൾ കോഴിയെ കൊല്ലുന്ന പോലെ അല്ലേ, ഇക്കാലത്ത് കോഴിയെ കൊന്ന് കറി വെച്ച് അതിഥിയെ സൽക്കരിക്കുന്ന പോലെ പശുമാംസം കൊണ്ടാണ് അതിഥിയെ ഒരു കാലത്ത്, വളരെ പഴയ ഒരു കാലത്തെ ഇന്ത്യക്കാർ സൽക്കരിച്ചിരുന്നത് എന്നതുകൊണ്ടാണ് ഗോഖനൻ എന്ന വാക്കിന്, കൃതഘ്നൻ എന്ന വാക്ക് പോലെ അല്ല അത്, പശുവിനെ കൊല്ലാൻ നിമിത്തമാകുന്നവൻ അല്ലേ. ഇയാൾ വന്ന് കയറുമ്പോഴാണ്, ഈ അതിഥി വരുമ്പോഴാണ് പശു കൊല്ലപ്പെടുക എന്ന അർത്ഥത്തിലാണ് ആ വാക്കെന്ന് പറയുന്ന ഞാനല്ല. അത് ഞങ്ങളിന്ന് സംസാരിക്കുകയുണ്ടായി. IC ചാക്കോ എന്ന പേരിൽ പഴയ ഒരു ഭാഷാ പണ്ഡിതൻ ഉണ്ടായിരുന്നു, വാൽമീകിയുടെ ലോകത്തിൽ എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എഴുതിയിട്ടുള്ള അദ്ദേഹം. ഭാഷാശാസ്ത്ര സംബന്ധിയായി ഭാഷയെപ്പറ്റി എഴുതിയിട്ടുള്ള ഒരു പഴയ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ആരും കണ്ടുപിടിച്ചതല്ല, സുനിൽ പിള്ളയിടത്തിൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല ഇത്. വളരെ പണ്ടേ IC ചാക്കോയെ പോലെ ഇന്ന് വിസ്മൃതപ്രായനായി കഴിഞ്ഞ ഒരു ഭാഷാ പണ്ഡിതൻ എഴുതി വച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഭാഷയെ ഇത്തരത്തിലുള്ള ഒരു സ്നേഹത്തോടു കൂടി, ഒരു പരിഗണനയോടുകൂടി, അത് നമ്മുടെ അന്നം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്, ശ്വാസം പോലെ, ഞാൻ ആദ്യം പറഞ്ഞ് ആവർത്തിക്കട്ടെ, ശ്വാസം പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന ഒരു ധാരണ നമ്മിലുണ്ടാവുകയും അത് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ, നമ്മളുടെ പരിസരങ്ങളിലുള്ള ആളുകളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക്, ചങ്ങാതിമാരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ മലയാള ഭാഷയുടെ അവസ്ഥ ആ മുങ്ങിപ്പോയ, കാണാതായിപ്പോയ, എവിടെയുണ്ടെന്ന് ആർക്കും ഇന്നും അറിയാത്ത ആ കപ്പലിൻ്റെ, കൈരളി എന്ന പേരായ കപ്പലിൻ്റെ അവസ്ഥ തന്നെ ആയിരിക്കും. ഈ ഭാഷയോട് ഒരു സ്നേഹവും ഇല്ലാതെ ആണ് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങളും കൂടി ഞാൻ പറയാം. കുട്ടികളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുന്ന ഭാഷ എത്ര ഭീകരമാണ്, പേടിപ്പെടുത്തുന്നതാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം. ഈ 2 കൊല്ലം മുമ്പ് എല്ലാ പ്ലസ് ടു അല്ല, എന്താണ്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെയും സ്കൂളിലത്തെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഒരു പ്രതിജ്ഞ എടുക്കണ്ടായി സർക്കാർ. അപ്പോൾ അവർ എല്ലാവരും ക്ലാസ്സിൽ ഇരുന്നാൽ മതി. ഇപ്പോൾ എല്ലാ ക്ലാസ്സുകളും, ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സുകളും സ്മാർട്ട് ക്ലാസ്സാണ്. അതായത് ഒരു ദിക്കിൽ മാഷ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ സ്ക്രീനിൽ ഇത് തെളിയും, ഇല്ലെങ്കിൽ മൈക്രോഫോണൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ദിക്കിലും, അപ്പോൾ അസംബ്ലി ഒന്നും വേണ്ട. അപ്പോൾ ഉച്ചരിക്കും, ഒരു പ്രതിജ്ഞ അവിടുന്ന് ഉച്ചരിക്കും. അപ്പോൾ എല്ലാ ക്ലാസ്സിലും കേൾക്കും. കുട്ടികൾ അത് ഏറ്റു ചൊല്ലുക മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഏറ്റു ചൊല്ലാനുള്ളൊരു പ്രതിജ്ഞ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളത് പ്രതിജ്ഞയാണ്. അപ്പം അതിൽ ലഹരി മരുന്ന് എന്നാണ് പറയുന്നത്. ഞാനത് കേട്ടിട്ട് ലഹരി ഒരു മരുന്നല്ല. ഇതെങ്കിലും അറിയണ്ടേ, ലഹരി മരുന്ന് എന്ന് ദയവ് ചെയ്ത ആളുകൾ ഉപയോഗിക്കാതിരിക്കണം. മദ്യമരുന്ന് എന്ന് പറയാറുണ്ടോ? അത് സാർ ഒരുപക്ഷെ ഇംഗ്ലീഷിന്റെ ഒരു ദുസ്വാധീനമായിരിക്കും. ഇപ്പൊ തോന്നുന്നതാണ് ഡ്രഗിസ്റ്റ്, ഡ്രഗ് എന്നൊക്കെ പറയല്ലോ, മരുന്ന് എന്നുള്ള നമ്മളത് അരിച്ചു കളഞ്ഞിട്ട് ഇത് മരുന്നിന്റെയും മയക്കുമരുന്നിന്റെയും പേരാണല്ലോ ഇംഗ്ലീഷില്, ഡ്രഗിസ്റ്റ് എന്നാണല്ലോ പറയാ. മയക്കുമരുന്ന്, ലഹരി എന്തും വെടിമരുന്ന് അതിന്നാണ് വന്നത്. വെടിമരുന്ന് എത്രമാത്രം ഔഷധ ഗുണമുള്ളതാണോ അത്രമാത്രം ഔഷധ ഗുണമാണ് ലഹരി മരുന്നിനും ഉള്ളത്. അത് വയറ്റിൽ ചെന്നാൽ പൊട്ടും. അപ്പൊ ലഹരി മരുന്ന് അതിനാണ് ആ വരുന്നത്, പറ്റി നിൽക്കുന്നത്. അതിൻ്റെ അനോളജി ആയിട്ടാണ് ഈ വരുന്നത്. ആ പ്രതിജ്ഞയുടെ കഥ ഒന്ന് തമാശയാണ്. ലഹരി മരുന്ന് എന്ന പ്രയോഗം തന്നെ ആലോചിച്ചാൽ എന്തൊരർത്ഥശൂന്യതയാണ്, എന്നിട്ട് എന്താ അസംബന്ധമാണ്. വെടിമരുന്ന് ഒരു മരുന്നാണെങ്കിൽ മാത്രമേ ലഹരി മരുന്ന് ഒരു മരുന്നാവുള്ളൂ. എന്നിട്ട് ആ പ്രതിജ്ഞ മിക്കവാറും ഹയർ സെക്കൻഡറി ആ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ. അങ്ങനെ ആദ്യത്തെ പീരീഡ് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പലിൻ്റെ ശബ്ദം കേട്ടു, പ്രതിജ്ഞ. ഇത് സ്നേഹത്തോടു കൂടിയാണോ കുട്ടികളോട് ഇത് പറയണത്, അതോ ഒരാജ്ഞയുടെ സ്വരത്തിലാണോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. കുട്ടികൾ ഏറ്റുചൊല്ലി പ്രതിജ്ഞ. ശബ്ദം തുടർന്നു, മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. മാരക വിപത്ത് എന്നാൽ എന്തെന്ന് കുട്ടികൾക്ക് മനസ്സിലായോ എന്നറിയില്ല. മാരക വിപത്ത് എന്നറിയണമെങ്കിൽ മാരകം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയണം. ഈ 1ാം ക്ലാസ് മുതൽക്ക് +2 വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും മാരക വിപത്ത് എന്താ, മാരകം, മരിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥം അറിയോ? സംശയം.
അതറിയുന്നു വിചാരിക്കുക. പ്രതിജ്ഞ മുന്നേറി. നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ അകപ്പെടാതെ, കുട്ടികൾ ബോധം കെട്ട് വീണില്ല എന്നുള്ളൂ. എന്താണ് ഈ കരാളഹസ്തങ്ങളിൽ? അവർക്ക് ഒരാൾക്കും പിടിയില്ല. ലഹരിയുടെ കരാളഹസ്തങ്ങളിൽ, നമുക്ക് ഈ ഭാഷയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് നമുക്ക് പറയാം. അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. ശരി, കൊള്ളാം. ഇവിടെ കുട്ടികൾ പരിഭ്രമിച്ചു. ലഹരിയുടെ കരാളഹസ്തങ്ങൾ എന്ന് അവർക്ക് പറയാൻ പറ്റുന്നില്ല. അവർ കേട്ടൊരു വാക്കല്ല കരാളം എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് നമുക്ക് പോലും എല്ലാവർക്കും അറിയില്ല. ശരി, പ്രതിജ്ഞയ്ക്ക് ശേഷം സ്റ്റാഫ് റൂമിൽ വെച്ചൊരു കെമിസ്ട്രി അധ്യാപിക മലയാളം മാഷോട് ചോദിക്കുക, അല്ല മാഷ്, ഈ കരാളഹസ്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചർ ചോദിക്കാം. കെമിസ്ട്രി ടീച്ചറും കെമിസ്ട്രിക്കാരും ഫിസിക്സുകാരും ഒക്കെ അത് ഏറ്റു ചൊല്ലണമല്ലോ. കെമിസ്ട്രി ടീച്ചർ മറ്റേ മാഷോട് ചോദിക്കാം. അപ്പോൾ മലയാളം മാഷ് തടി തപ്പി, ഞാൻ നോക്കി പറയാം. ആ, കരാളം എന്നാൽ ഭയപ്പെടുത്തുന്നത് എന്നർത്ഥം. ഹസ്തം എന്ന് പറഞ്ഞാൽ കൈ. മാഷ് നീ കണ്ടു നോക്കി ശേഷം വന്ന് ആ ടീച്ചറോട് പറയണം. അതാണ് ഭാഷാസ്നേഹം. ഇനി പിന്നെയും വരുന്നുണ്ട് പ്രതിജ്ഞയുടെ പിന്നെയും ഭാഗം. ഇനിയാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം. ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തി ലഹരിമുക്ത കേരളം പടുത്തുയർത്താൻ എൻ്റെ എല്ലാ കഴിവും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. ഇത് കുട്ടികൾക്ക് മനസ്സിലാവുമോ? ഒന്നാമത്, ജീവിതമാണ് ലഹരി എന്ന ആശയം. ഇത് ഒരു മെറ്റഫറാണ്. ഈ മെറ്റഫർ ഒരിക്കലും കുട്ടികൾക്ക് മനസ്സിലാവില്ല. ജീവിതമാണ് ലഹരി എന്നുള്ളതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഒരു അധ്യാപികമാർ ധാരാളം ഉണ്ടാവും. അവരെങ്ങനെയാണ് കുട്ടികളെ വിശദീകരിക്കുക? കുട്ടികൾക്ക് വിശദീകരിച്ചാൽ മനസ്സിലാവില്ല ജീവിതമാണ് ലഹരി. എന്നിട്ടോ ഇത് ശരിക്കും കുട്ടികളെ കുടുക്കി. ഉച്ചാരണത്തിലെ വിഷമം കൊണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തമാകായ്ക കൊണ്ട് എന്താണ് ജീവിതത്തിൻ്റെ ലഹരി എന്ന് വെച്ചാൽ അവർ കുട്ടികൾ ഒന്നും മിണ്ടാതെ ആ വിഴുങ്ങി മിണ്ടാതെ നിന്നു. ഇനി ലഹരിമുക്ത കേരളം, അതും ലേശം ബുദ്ധിമുട്ടാണ്. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. താരതമ്യേന ബുദ്ധിയുള്ള ഒരു കുട്ടി അത് പിന്നീട് അധ്യാപകനോട് ചോദിക്കുകയും ചെയ്തു. ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു ക്ലാസ്സിൽ. അദ്ദേഹവും വിഷമിച്ചു. പിന്നെ പറഞ്ഞുതരാം എന്നാണ് അധ്യാപകൻ. ഇതെല്ലാം അക്ഷരം പ്രതി ഉണ്ടായ കാര്യമാണ്. എന്നോടൊരു അധ്യാപകൻ അത് കഴിഞ്ഞപ്പോൾ കുറിച്ചെടുത്ത് ഇതാണ് കാര്യം, കേസ് ഇതൊന്ന് എഴുതണേ എന്ന് പറഞ്ഞ ആ ഹയർ സെക്കൻഡറി അധ്യാപകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണത്. ഇനി വരുന്നത് ഏറ്റവും സങ്കീർണമായൊരു വാചകമാണ്. ഇതൊക്കെ പ്രതിജ്ഞ സർക്കാർ കുട്ടികളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന, ചൊല്ലിപ്പഠിപ്പിക്കുന്ന പ്രതിജ്ഞയുടെ ഭാഗമാണ്, വെറുതെ അല്ല. ഇനി നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി നാടിനോടും ജനങ്ങളോടുമുള്ള എൻ്റെ കടമ നിറവേറ്റുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതൊരു കൊച്ചു കൊച്ചു വാചകമാക്കിയാൽ എന്താ തകരാറ്? ഒരു സങ്കീർണ വാക്യമാവാതെ ലഘു ചൂർണിക വാക്യം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയണ്ടാവില്ല. സിമ്പിൾ സെൻറ്റൻസ് പറഞ്ഞാൽ മനസ്സിലാവും. ഇംഗ്ലീഷ് സിമ്പിൾ സെൻറ്റൻസ്. ചൂർണികാവാക്യം എന്നായിരുന്നു പണ്ടൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ആ മലയാളം അറിയില്ല. സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയാലോ. എങ്ങനെയുണ്ട് ഈ സങ്കീർണ വാക്യം? ഇനി ഇടയ്ക്കൊന്ന് ശ്വാസം നിർത്താൻ പോലും സമയമില്ലാതെ വാക്കിൻ്റെ ഒഴുക്ക്, കോടതിയിലോ മറ്റോ ചെയ്യേണ്ടതുപോലൊരു സത്യവാങ്മൂലം ആണിത്. പാവം കുട്ടികൾ. അവൾക്ക് ഇനി ഈ പരിശീലനം മറ്റേ ആദ്യ കണ്ടുക കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിജ്ഞ കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ചാൽ അവർക്ക് എന്താണ് ഫലം? അവർക്ക് പ്രതിജ്ഞയോട് ദേഷ്യം വരും. ലഹരിയോട് ദേഷ്യം വരുമെന്ന് നമുക്കിത് പറയാറായിട്ടില്ല. കാരണം ഈ ഭാഷയേക്കാൾ ഭേദം ലഹരിയാന്ന് വിചാരിച്ച് രണ്ടെണ്ണം അടിച്ചു വരാം എന്ന് വിചാരിക്കാനാണ് സാധ്യതയുള്ളത്,
അല്ല, ഒരു സത്യമല്ലേ ഇത്? ഇതിന്ന് രക്ഷപ്പെടാൻ വേറെന്താ ചെയ്യുക? ഇത്ര ഭാഷയുടെ ഒരു കഠോരത, ഇത് സിമ്പിളായിട്ടുള്ള മലയാളം, നമ്മളൊക്കെ പറയണ മലയാളത്തിൽ, ഒരു വൃത്തിയുള്ള മലയാളത്തിൽ ലഹരി പദാർത്ഥം ഉപയോഗിക്കരുത്, അതെന്തൊക്കെ ആപത്ത്. അങ്ങനെ വളരെ ലളിതമായിട്ടുള്ള വാക്യങ്ങളായിട്ട്, ചെറിയ ചെറിയ വാക്യങ്ങളായി കുട്ടികളോട് സ്നേഹത്തിൻ്റെ വാക്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു. ഇത് ഈ അവിടെ ഇതാണ് പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഭാഷ ഇങ്ങനെയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു തെരഞ്ഞെടുത്ത് അയക്കുന്ന ആളുകളുടെ ഭാഷയല്ലേ. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു വാക്കും കൂടി പറയാം. നിയോജക മണ്ഡലം എന്ന് നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള വാക്കാണ് നിയോജക മണ്ഡലം. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന്? ആരും ആലോചിച്ചിട്ടില്ല. ആലോചിച്ചുള്ള വല്ലവരുണ്ടെങ്കിൽ കൈ പൊക്കണം. എന്താ ഈ നിയോജക മണ്ഡലം? നമ്മളിപ്പോൾ പറയും കെ ബാബുവിൻ്റെ മണ്ഡലമാണത്. കെ ബാബുവിൻ്റെ മണ്ഡലം എന്നാണോ നിയോജക മണ്ഡലത്തിൻ്റെ അർത്ഥം? തൃപ്പൂണിത്തുറയ്ക്ക് അതാണോ അർത്ഥം? എന്താണ് ഈ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ? നിയോജകന്മാരുടെ മണ്ഡലമാണ്. നിയോജകൻ എന്ന് പറഞ്ഞാൽ ആരാ? നിയോഗിക്കുന്ന ആളാ. അപ്പോൾ ഒരു ജനപ്രതിനിധിയെ, ആ പ്രതിനിധിയായി നമ്മുടെ കാര്യം പറയാൻ നമ്മൾ അസംബ്ലിയിലേക്ക് നിയോഗിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ. ഒരാളെ നമ്മുടെ കാര്യം പറയാനായിട്ട് നിയോഗിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് നമ്മൾ തിരഞ്ഞെടുപ്പിലൂടെ നടപ്പാവുന്നത്. അങ്ങനെയുള്ള നിയോഗിക്കപ്പെട്ട ആളുകളാണ് ആ ജനപ്രതിനിധികൾ. അങ്ങനെ നിയോഗിക്കുന്നവരാണ് ജനങ്ങൾ. അങ്ങനെയുള്ള നിയോജകന്മാരുടെ മണ്ഡലം. അപ്പം ആ നിയോജകൻ എന്നുള്ള വാക്കിന് ഈ വോട്ടെന്നുള്ള സിമ്പിൾ അർത്ഥമല്ല ഉള്ളത്. അതൊരു വലിയ കൃത്യമാണ്. നമ്മുടെ ഒരു ആവശ്യം, നമ്മുടെ ഒരു വിഷ് അവിടെ പ്രതിനിധീകരിക്കാനും ശബ്ദിക്കാനുമായിട്ട് നിയോഗിക്കുന്ന, വേറൊരാളെ നിയോഗിക്കുന്ന ഒരു കൃത്യം, ഒരു കർത്തവ്യം ആണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള നിയോജകന്മാർ 10,000, 20,000, 50,000, 1,50,000 ഉള്ള ഒരു മണ്ഡലത്തിനാണ് നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അത് MLA മണ്ഡലം എന്നാണ് നമ്മൾ വിചാരിക്കണത്. അല്ല, ഈ ജനങ്ങളുടെ മണ്ഡലമാണ്. ഇത് എത്ര തലതിരിഞ്ഞു അർത്ഥം! ഇതെത്ര തലതിരിഞ്ഞു, എത്ര വിപരീതമായി. അപ്പോൾ വാക്ക് ശരിയും അതിൻ്റെ ഫലം വ്യത്യസ്തമാണ്. ഈ മഹാഭാരതത്തിലൊരു സന്ദർഭമുണ്ട്. അതായത് ധൃതരാഷ്ട്രൻ എല്ലാം വെടിഞ്ഞ് കാട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ യുധിഷ്ഠിരനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പോവണം. അപ്പോൾ അദ്ദേഹം എല്ലാവരും പോരുതേ പോരുതേ എന്ന് കേണ്, ആ യുധിഷ്ഠിരൻ അടക്കമുള്ള എല്ലാവരും ധൃതരാഷ്ട്രരോട് കേണ് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിച്ചില്ല. അപ്പോൾ യുധിഷ്ഠിരൻ അവസാനം പറഞ്ഞു, ഞാൻ പോവാനാണ്, അത് നിങ്ങൾ ആരും സങ്കടപ്പെടരുത്. എന്നിട്ടാണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാജഭരണത്തിൻ്റെ തത്വം. ഞാനിതാ ഈ യുധിഷ്ഠിരനെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അത് വ്യക്തമാണല്ലോ. ഈ രാജാവ് പിന്നെ നിങ്ങളെ ഞാൻ യുധിഷ്ഠിരൻ്റെ കയ്യിലും ഏൽപ്പിക്കും. എന്ത് ഗംഭീരമായൊരു സങ്കല്പം അത്! ജനങ്ങളെ ഈ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു, രാജാവിനെ ജനങ്ങളുടെ കയ്യിലും ഏൽപ്പിക്കുന്നു. എന്തൊരു പരസ്പര രക്ഷ! നിങ്ങളെ രക്ഷിക്കാൻ ജനങ്ങളുണ്ട്, ജനങ്ങളെ രക്ഷിക്കാൻ രാജാവുണ്ട്. ഇങ്ങനെ പരസ്പരം രക്ഷയും അവലംബവുമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഭരണീയരും ഭരണകർത്താക്കളും തമ്മിലുള്ള ബന്ധം എന്നുള്ള ഇതിനേക്കാൾ മനോഹരമായി ഒരു രാഷ്ട്രീയ സത്യം പറയാൻ എവിടെ വരും? ഇത്ര അർത്ഥത്തിലേക്ക് പോവും നിയോജക മണ്ഡലം എന്നുള്ള വാക്ക്. അത്ര അർത്ഥമുണ്ട് അതിന്. അപ്പം ഇങ്ങനെ വാക്ക് പൊളിച്ചാൽ കിട്ടുന്ന പരിപ്പ് അത് വളരെ വലുതാണ്. ഓരോന്നിനും ഈ വാക്കിന് അർത്ഥമുണ്ട്. ഇത് എല്ലാ ഭാഷയിലും ഉണ്ട്. എല്ലാ ഭാഷയിലും ഇങ്ങനെ എത്രയോ നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇങ്ങനെ വന്ന് നിറഞ്ഞതാ വാക്ക്. അപ്പം മര്യാദയ്ക്ക് നിൽക്കണില്ല അവൻ. ആനെ മര്യാദ പഠിപ്പിക്കുക, ഞാൻ തന്നെ മര്യാദ പഠിപ്പിക്കും. ഈ മര്യാദ എന്നുള്ള വാക്ക് ഇങ്ങനെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഉണ്ടായൊരു വാക്കാണ്. മര്യാദയ്ക്ക് ആദ്യകാലത്ത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ എന്ന് മാത്രമായിരുന്നു അർത്ഥം. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ. പിന്നെ അതിന് അർത്ഥവ്യാപനം വന്നു. ഈ മതിലിൻ്റെ ഉള്ളിൽ കടക്കാവുന്നവരും കടക്കരുതാത്തവരും. അപ്പോൾ
ആ ക്ഷേത്രത്തിൻ്റെ മര്യാദ എന്നുള്ള ചുറ്റുമതിൽ നിന്നുള്ള മര്യാദ എന്നുള്ള വാക്ക് അതിൻ്റെ ആദ്യത്തെ അർത്ഥം കുറച്ചുകൂടി വിശാലമായിട്ട് ആ മതിലിന് പുറത്ത് നിൽക്കുന്നവർ ആ നിൽപ്പും അകത്ത് നിൽക്കുന്നവർ ആ നിൽപ്പും അനുസരിച്ച് നടക്കണം എന്നുള്ള ഒരു ചട്ടമായി. അപ്പോൾ ഒരു ചട്ടം പാലിക്കുന്ന ഒരു പൊതുവായിട്ടുള്ള തത്വം. അപ്പോൾ പിന്നെ അടുത്ത വ്യാപനം അങ്ങനെ ചട്ടങ്ങളെല്ലാം പാലിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് അത് മാറി. അങ്ങനെ ചട്ടങ്ങളും സമൂഹത്തിൽ അന്നുള്ള കൺവെൻഷൻസും പാലിക്കുക എന്നുള്ള വിപുലാർത്ഥത്തിലേക്ക് മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് സൽവൃത്തികളും മാനസിക ലോകത്തിലെ പല നിയമങ്ങളും പാലിക്കുന്നവൻ എന്നുള്ള മര്യാദ എന്നുള്ള അർത്ഥത്തിലേക്ക് മാറി. പിന്നെ മര്യാദരാം എന്നുള്ള തമാശാർത്ഥത്തിലേക്ക് മാറി. മര്യാദാ പുരുഷോത്തമൻ എന്നുള്ള ഗംഭീരാർത്ഥത്തിലേക്ക് മാറി. അവനുണ്ടൊരു മര്യാദരാം എന്നൊരു കളിയാക്കലിലേക്ക് മാറി. ഇപ്പോൾ ഈ മര്യാദ എന്ന ചുറ്റുമതിൽ എന്ന വാക്ക് എത്ര നൂറ്റാണ്ടുകൾ സഞ്ചരിച്ചിട്ടാണ് ഇന്നത്തെ ഈ അർത്ഥത്തിൽ എത്തിച്ചേർന്നത്. ഇങ്ങനെ എല്ലാ വാക്കിൻ്റെയും ചരിത്രം ഇപ്പോൾ സജയ് പറയായിരുന്നു, ശുദ്ധോദനൻ എന്നുള്ള വാക്ക് നമുക്കൊക്കെ അറിയാം. എന്താ അതിൻ്റെ അർത്ഥം എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശുദ്ധമായ ഓദനം, ചോറ് കൊടുക്കുന്ന ആളെന്നർത്ഥം. നന്നായിട്ട് അതിഥികൾ വരുമ്പോൾ അവർക്ക് വെച്ച് വിളമ്പി നല്ല അന്നം കൊടുക്കുന്ന ആൾ ആണ് ശുദ്ധോദനൻ. സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞാലോ അർത്ഥം സിദ്ധിച്ചു കഴിഞ്ഞ ആളാണ്. ആ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് അത് നേടിക്കഴിഞ്ഞ ഒരാളെന്നാണ് സിദ്ധാർത്ഥൻ. ഇങ്ങനെ എല്ലാ വാക്കിനും അതിൻ്റെ പിന്നിൽ നൂറ്റാണ്ടുകളോളം നീണ്ടു കിടക്കുന്ന വലിയ വലിയ അർത്ഥങ്ങളുടെ ഒരു പരമ്പര അവിടെ വന്ന് മുട്ടി നിൽക്കുകയല്ല, അത് വീണ്ടും വളരുക. ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അനവധി അർത്ഥങ്ങളുടെ പരമ്പരയിലാണ് ഓരോ വാക്കിലും നമ്മൾ ചവിട്ടി നിൽക്കുന്നത്. അല്ലെങ്കിൽ ആരും നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇത്ര നീണ്ട അർത്ഥം അതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ അത്ര വലിയ ഭൂതകാലമാണ്, സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ് ഭാഷയെടുത്ത് പെരുമാറുമ്പോൾ ഉണ്ടാകുന്നത്. അർത്ഥഭാണ്ഡങ്ങൾ തൻ കനം കുറഞ്ഞു പോകുന്നു തൊഴി എന്ന് പറയുന്നില്ലേ, അത് ഈ അർത്ഥഭാണ്ഡം കൂടിയാണ്. ഓരോ വാക്കും ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതോ കൊഴിഞ്ഞു പോകാത്തതോ ആയ അർത്ഥഭാണ്ഡങ്ങളാണ്. അതിനെ സ്നേഹിച്ചുകൊണ്ട്, അതൊരു ധനമാണെന്ന് സ്നേഹിച്ചുകൊണ്ട്, അതിനെ ലാളിച്ചും ഓമനിച്ചും സംരക്ഷിച്ചും അത് അറിഞ്ഞ് ഉപയോഗിച്ചും മാത്രമാണ്, അത് അതിൻ്റെ ശബ്ദമൂല്യത്തോടുകൂടി ഉച്ചരിച്ചും മാത്രമേ ഈ കപ്പൽ മുങ്ങാതെ നോക്കാനും ഇത് ഇനിയും ദൂരം സഞ്ചരിക്കാനും നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ള വിനീതമായൊരു അഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വർത്തമാനം നിർത്തുന്നു. നമ്മുടെ സമയം കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? മുമ്പേ കഴിഞ്ഞെന്നാണ് വിചാരിക്കുന്നത്. ഒരു വാക്യം, ഒറ്റ വാക്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. KC ഇവിടെ മര്യാദാ പുരുഷോത്തമൻ എന്നതിൻ്റെ ഗംഭീരമായ അർത്ഥത്തെപ്പറ്റി. ഗംഭീരം നമ്മൾ ഏറ്റവും അധികം തെറ്റി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഗംഭീരത്തിൻ്റെ ശരിയായ അർത്ഥം ആഴം എന്നാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഗംഭീരമായി എന്നൊക്കെ പറയുന്നത് വലിയ അബദ്ധമാണ്. അതുകൊണ്ടാണ് കാളിദാസൻ മേഘസന്ദേശത്തിൽ പറയുന്ന ഒരു നദിയുടെ പേര് ഗംഭീര എന്നായത്. ബുദ്ധിപരമായ ആഴത്തിൻ്റെ, മാനസികമായ ആഴത്തിൻ്റെ പേരുകൂടിയാണ്. ഗംഭീരാശയം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അവിടെ മാത്രം ചേരുന്ന വാക്കാണത്. അതിനെയാണ് നമ്മൾ ഗംഭീരമായ വെടിക്കെട്ട്. എല്ലാം ഗംഭീരമാണല്ലേ. ഇപ്പോൾ ഈ സെഷൻ കഴിഞ്ഞിട്ടും വേണമെങ്കിൽ പറയാം ഗംഭീരമായിരുന്നു. അപ്പോൾ വലിയ തെറ്റുണ്ടാവില്ല. അത്രയ്ക്ക് ആഴമുണ്ടായിരുന്നോ ഈ സെഷൻ അറിയില്ല. ഏതായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.